സ്നേഹം എന്നകതാരിൽ ചൊരിയും കാരുണ്യക്കടലാകുമമ്മേ നൽകണേ കരുതലിൻ കരമെനിക്ക്. അമ്മേ മാതാവേ കാരുണ്യക്കടലേ കടലോളം സ്നേഹം എന്നും നൽകണമേ. പ്രിയപ്പെട്ടവരെ, മിഷൻ ഫിയസ്റ്റ 2K25 എന്ന പേരിൽ തോപ്രാംകുടി മരിയാകുരേത്തി പള്ളിയുടെ നേതൃത്വത്തിലുള്ള മിഷൻ സൺഡേ ആചരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇടവകയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് മിഷൻ സൺഡേ സെലിബ്രേഷൻ കുട്ടികൾ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ പാരിഷ് ഹാളിൽ മുഴുവൻ വിവിധ തരത്തിലുള്ള ഹോട്ടലുകൾ അണിയിച്ചൊരുക്കിയിരിക്കുന്നു. ആളുകൾക്ക് വന്ന് ഭക്ഷണം വാങ്ങി കഴിച്ച് സന്തോഷത്തോടു കൂടി മടങ്ങി പോകാനുള്ള അവസരം. ആഘോഷ പരിപാടികളിൽ വിവിധ സ്റ്റാളുകളിലൊക്കെ പങ്കെടുത്തതിന് ശേഷം നമ്മുടെ സ്കൂൾ ഹാളിൽ ഒരുക്കിയിട്ടുള്ള എക്സിബിഷനിൽ സംബന്ധിച്ചതിന് ശേഷം ഇവിടുത്തെ രുചിഭേദങ്ങളും രുചി വൈവിധ്യങ്ങളും ഒക്കെ ആസ്വദിച്ചതിന് ശേഷം മാത്രമേ ഇന്നത്തെ ഒരു ദിവസം അവസാനിപ്പിക്കാവൂ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. മിഷൻ ലീഗിലെ കുട്ടികളുമൊക്കെ ഒരുക്കിയിട്ടുള്ള വിവിധ ഗെയിംസുകൾ നമ്മുടെ ഏകാഗ്രതയും ശ്രദ്ധയും ഒക്കെ പരീക്ഷിക്കുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനശേഖരണാർത്ഥം ഒരുക്കിയിട്ടുള്ള വിവിധ ഗെയിംസുകളുണ്ട്. കുട്ടികളും മുതിർന്നവരുമൊക്കെ അതിൽ ചെറിയ തുക മാത്രമാണ് രജിസ്ട്രേഷൻ ഫീസ് ഉള്ളത്. അതിൽ നിങ്ങൾ വിജയിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന ബമ്പർ പ്രൈസുകൾ കരസ്ഥമാക്കിക്കൊണ്ട് വീടുകളിലേക്ക് കടന്നു പോകണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ നമ്മളുടെ വീടുകളിൽ ഇന്ന് ഉച്ചഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോകുന്ന വിഭവങ്ങളോടൊപ്പം ഉച്ചഭക്ഷണം എന്നുള്ള നിലയിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ള ബിരിയാണി പാഴ്സൽ ഈ കൗണ്ടറുകളിൽ ലഭ്യമാണ്. എല്ലാവരും രുചികരമായ ചിക്കൻ ബിരിയാണി നമ്മുടെ വീടുകളിലേക്ക് വാങ്ങിക്കൊണ്ടു പോവുക. അതോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കോ തൊട്ടടുത്ത ഭവനങ്ങളിലെ ആളുകൾക്കോ ഒക്കെ നമ്മുടെ ഈ മിഷൻ ഫിയസ്റ്റയുടെ ഭാഗമാകുന്നു എന്നുള്ള നിലയിൽ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പങ്കാളികളാകുന്നു എന്നുള്ള നിലയിൽ അവയൊക്കെ വാങ്ങിക്കൊണ്ടു പോയി സമ്മാനിക്കാവുന്നതുമാണ്. രുചികരമായ ബിരിയാണി ഇന്നത്തെ നമ്മുടെ ഭക്ഷണ മെനുവിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിക്കുവാൻ വേണ്ടി വാങ്ങിക്കൊണ്ട് പോകണം എന്നുള്ള കാര്യം വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. ഏറെ ദിവസങ്ങളിലെ മുന്നൊരുക്കങ്ങളും അധ്വാനങ്ങളും ഒക്കെ ഇവിടുത്തെ സൺഡേ സ്കൂൾ അധ്യാപകർക്കും നമ്മുടെ യുവജനങ്ങൾക്കും ഒക്കെ ഒരു തിരുനാളിനോടനുബന്ധിച്ച് എന്നുള്ളതുപോലെ തന്നെ മുന്നൊരുക്കങ്ങൾ ആവശ്യമായി വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ മിഷൻ ഫിയസ്റ്റ 2K25 എന്നുള്ളത്. ഇതിന്റെ എല്ലാം പിന്നിൽ ഈ അധ്വാനങ്ങളുടെയും അല്ലെങ്കിൽ ഈ ആഘോഷത്തിന്റെയും ഒക്കെ പിന്നിൽ നമ്മളെ സംബന്ധിച്ച് നമ്മളെ നയിക്കുന്ന വലിയൊരു ലക്ഷ്യമുണ്ട്. അത് ഇടവകയിലെ സാധുക്കളായ ആളുകളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഭവന നിർമ്മാണ പദ്ധതിക്ക് ഫണ്ട് കണ്ടെത്തുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത്. അതിലെല്ലാം ഏറെ ആത്മാർത്ഥമായി സഹകരിക്കണം എന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. ബമ്പർ പ്രൈസായി മിഷൻ ട്രെയിനിൽ ലഭിച്ചിരിക്കുന്ന ഒരു ടെഡി ബിയർ സൺഡേ സ്കൂൾ അധ്യാപകൻ പ്രിയപ്പെട്ട നോബൽ സാറ് സമ്മാനിക്കുന്നു. ഇതുപോലെ നിരവധിയായ ബമ്പർ സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. 20 രൂപ മുടക്കി മിഷൻ ട്രീയുടെ ഭാഗമാകുക. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥമാണ് നമ്മൾ ഈ പരിപാടികൾ നടത്തുന്നത്. ഈ സ്റ്റാളിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ വിവിധമായ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ, ചക്കയുടെ പൊടിയും ഡ്രൈ ഫ്രൂട്ട്സുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യദായകമായ ഭക്ഷണ പദാർത്ഥങ്ങളും അച്ചാറുകളും ഒക്കെ ലഭ്യമാക്കുന്ന ഒരു ഫുഡ് സ്റ്റാൾ ഇവിടെ ഉണ്ട്. അത് നമ്മുടെ CMC ഗവൺമെന്റിന്റെ സിസ്റ്റർമാരുടെ നേതൃത്വത്തിൽ പാറത്തോട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള വിഭവങ്ങളാണ്. അവയും നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാനായിട്ടുള്ള അവസരമുണ്ടെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക. മിഷൻ ട്രീയിലും വിവിധ ഗെയിംസുകളിലും ഒക്കെ പങ്കെടുത്ത് സമ്മാനങ്ങൾ കരസ്ഥമാക്കി ഈ പരിപാടിയോട് സഹകരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വീട്ടിലേക്ക് കടന്നു പോവുക. സാധിക്കുന്നവരെല്ലാവരും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ 8 മണി വരെ പ്രവർത്തിക്കുന്ന ആഘോഷ പരിപാടികളും ഫുഡ് കൗണ്ടറുമാണ് ഇവിടെ ഉള്ളത്. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി
ഈ രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കുടുംബമായി ഇവിടേക്ക് കടന്നു വരണം എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം നമ്മുടെ അടുക്കളകൾക്ക് അവധി കൊടുത്തുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഭക്ഷണ വിഭവങ്ങൾ ആസ്വദിക്കുകയും നമ്മുടെ ഇടവക ഒത്തൊരുമിച്ച് നടത്തുന്ന ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമാവുകയും ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:30 നമ്മുടെ ഗ്രൗണ്ടിൽ വെച്ച് ഈ മിഷൻ ഞായറാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനൽ അരങ്ങേറുകയാണ്. തോപ്രാംകുടി സെന്റ് മരിയാകുര്യത്തി ഇടവകയുടെ മിഷൻ ഞായർ ആചരണം വളരെ ആഘോഷപൂർവമായിട്ട് ഇവിടെ നടക്കുകയാണ്. തോപ്രാംകുടി ഇടവകയുടെ തന്നെ മുഖമുദ്രയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടവക ജനങ്ങളെല്ലാം പങ്കാളികളാക്കിക്കൊണ്ട് മിഷൻ ഫിയസ്റ്റ എന്ന പേരിൽ വലിയ ആഘോഷങ്ങൾ ഇവിടെ നടക്കുകയാണ്. ഫുഡ് ഫെസ്റ്റുകൾ, എക്സിബിഷനുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, ഗെയിമുകൾ, മിഷനറി, മിഷൻ സ്റ്റാളുകൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള പരിപാടികളിലൂടെ ഇടവകയിലെ എല്ലാ അംഗങ്ങളെയും ഈ ഒരു ദേവാലയത്തോട് കേന്ദ്രീകരിച്ചുകൊണ്ട് നിർത്തുവാനായിട്ടുള്ള ഒരു ശ്രമമാണ് മിഷൻ ഞായർ ആഘോഷത്തിലൂടെ നടക്കുക. ഇടവകയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടവകയിലെ അംഗങ്ങൾ ഓരോരുത്തരും പങ്കാളികളാകുന്ന കാഴ്ചയാണ് ഈ മിഷൻ ഫിയസ്റ്റയിൽ നമ്മൾ കാണുക. ആ ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ സീറോ മലബാർ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനായിട്ട് തോപ്രാംകുടി ഇടവകയിലെ ഓരോ ജനങ്ങളും ഈ പാരിഷ് ഹാളിലേക്കും സെന്റ് മരിയാകുര്യത്തി സ്കൂളിലേക്കും ദേവാലയത്തിലേക്കും ഒക്കെ കടന്നു വരികയാണ്. അപ്പൊ അവരെ എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ സൺഡേ സ്കൂൾ അധ്യാപകരും കമ്മിറ്റി അംഗങ്ങളും ഒക്കെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇടവകയിലെ അടുക്കളയിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ വീട്ടമ്മമാരും മാതാപിതാക്കളും എല്ലാം ഇവിടെ പങ്കാളികളാകുകയാണ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുക. മിഷൻ ഫിയസ്റ്റ 2K25 എന്ന പേരിൽ നമ്മൾ അണിയിച്ചൊരുക്കിയിട്ടുള്ള മിഷൻ ഞായർ ആഘോഷം വളരെ സജീവമായി മുന്നേറുകയാണ്. മിഷൻ ട്രീയും വിവിധ മത്സരങ്ങളും ഗെയിംസും ഭക്തസാധനങ്ങളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ഒക്കെ ലഭിക്കുന്ന സ്റ്റാളുകളും അതോടൊപ്പം ലൈവ് ഫുഡ് കൗണ്ടറും ഒക്കെ ഒരുക്കിക്കൊണ്ടാണ് നമ്മളിവിടെ ഈ മിഷൻ ഫിയസ്റ്റ ആഘോഷിക്കുന്നത്. അതോടൊപ്പം തന്നെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും എക്സിബിഷനുകളും നമ്മുടെ സ്കൂൾ ഹാളിൽ നടക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇടവകയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുക, പ്രത്യേകമായി ഇടവകയിലെ ഭവനരഹിതരായ ആളുകൾക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയേറെ വിപുലമായ രീതിയിൽ ഈ മിഷൻ ഞായർ ആഘോഷം നടത്തുന്നത്. മിഷൻ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം നമ്മുടെ ധനസഹായം നൽകുന്നതിനോടൊപ്പം തന്നെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഏറ്റവും പ്രധാനമായി നമ്മുടെ ഭവന നിർമ്മാണ പദ്ധതിക്ക് ഫണ്ട് കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ നടത്തുന്ന ഈ മിഷൻ ഫിയസ്റ്റയുടെ ഭാഗമായിട്ടുള്ള ഫുഡ് കൗണ്ടറിൽ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഈ ഇടതുവശത്ത് കാണുന്ന സ്ഥലത്ത് നിന്ന് ടോക്കൺ മേടിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് ഭക്ഷണം വാങ്ങാം. ബീഫ് കറിയും അപ്പവും പൊറോട്ടയും കപ്പയും മീൻ കറിയും പിടിയും കോഴിക്കറിയും ബിരിയാണിയും ബ്രെഡ് ഓംലേറ്റും ഒക്കെ ഉൾപ്പെടെ ഇപ്പോൾ ആചരണം ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വിവിധ ഭക്ഷ്യവിഭവങ്ങൾ, പ്രത്യേകിച്ച് ബജ്ജിക്കറി ഉൾപ്പെടെയുള്ളവ ഉണ്ടാവും. നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷവും ഇവിടേക്ക് കടന്നു വരിക. ഉച്ചയ്ക്ക് 1:30 മണിക്ക് നമ്മൾ മിഷൻ ഫീസ്റ്റയുടെ ഭാഗമായി നടത്തിയിട്ടുള്ള ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനൽ നടക്കുകയാണ് നമ്മുടെ ഗ്രൗണ്ടിൽ. അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യുവജനങ്ങളും കുട്ടികളും ഒക്കെ നടത്തുന്ന അവരുടെ കായിക മാമാങ്കത്തിന് സാക്ഷികളാകുവാൻ ഏവരും കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള സമ്മാനങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവയെല്ലാം കരസ്ഥമാക്കുവാൻ, അതിലെല്ലാം പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. മിഷൻ ട്രീയിൽ നിരവധിയായ സർപ്രൈസ് സമ്മാനങ്ങളുണ്ട്. അവയെല്ലാം നമ്മൾക്ക് ആസ്വദിക്കാം, അവയെല്ലാം നമുക്ക് കരസ്ഥമാക്കാം. ഇവിടേക്ക് കടന്നു വന്ന് ഈ മിഷൻ ഫീസ്റ്റയുടെ ഭാഗമായി വിവിധ ഗെയിംസുകളിൽ പങ്കെടുത്ത് സ്റ്റാളുകളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി ഇവിടെ വന്ന് ഈ കൗണ്ടറിൽ നിന്നും ടോക്കൺ എടുത്ത് ഭക്ഷണം സ്വീകരിച്ച് ഇവിടെ ഇരുന്ന് കഴിക്കാം. വീടുകളിലേക്ക് വാങ്ങിക്കൊണ്ട് പോകാം. നമ്മുടെ ബിരിയാണി കൗണ്ടറുകളിൽ ഇനിയുമുണ്ട്. ഉച്ചയ്ക്കത്തേക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ട്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ഉച്ചക്കത്തേക്ക് കഴിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബിരിയാണിയും കപ്പയും പിടിയും കോഴിക്കറിയും ഒക്കെ വാങ്ങിക്കൊണ്ട് പോകണം എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഹാളിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ വലതുവശത്ത് മിഷൻ ട്രീ ഉണ്ട്. 20 രൂപയാണ്
ഒരു സമ്മാനം സ്വന്തമാക്കുന്നതിന് വേണ്ടി നമ്മൾ മുടക്കേണ്ടി വരിക. പക്ഷേ 1000-ലധികം രൂപയുടെ സർപ്രൈസ് സമ്മാനങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അവ കൂടി കരസ്ഥമാക്കുവാൻ, സ്വന്തമാക്കുവാൻ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഏവരോടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. മിഷൻ ഫിയസ്റ്റ 2K25 ഭാഗമായുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ, സഹകരിക്കുവാൻ ഏവരെയും വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. 20 രൂപയാണ് നമ്മുടെ മിഷനറിയുടെ തുക. അതിൽ നിന്ന് ലഭിച്ച ബമ്പർ സമ്മാനം ഒരു പ്രഷർ കുക്കർ വികാരിച്ച് സമ്മാനിക്കുകയാണ്. ഇനിയും നിരവധി സമ്മാനങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിരവധി സമ്മാനം. മിഷൻ ഫിയസ്റ്റ ആഘോഷമാണ് ഇവിടെ നടക്കുക. നിങ്ങൾക്കായിട്ട് ഇവിടെയുള്ള എല്ലാ ഇടവകയിലെ കുടുംബങ്ങൾക്കുമുള്ള ബിരിയാണികൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കപ്പയും മീൻ കറിയും, ബീഫ്, പൊറോട്ട, അങ്ങനെ വിവിധ തരത്തിലുള്ള ഭക്ഷണ വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. തോപ്രാംകുടി ഇടവകയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തില് പങ്കാളികളാകുവാൻ വേണ്ടിയിട്ട് ഇടവകയിലെ ഓരോ ജനങ്ങളെയും ഇങ്ങോട്ട് ഈ പാരിഷ് ഹാളിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മളിപ്പോൾ നിലവില് നമ്മളുടെ ഇടവകയിലെ ഒരു അംഗത്തിന് വീട് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇടവകയിലെ എല്ലാവർക്കും വീടുകൾ ഉണ്ടാവുക എന്നുള്ള ഒരു സ്വപ്നം നിറവേറ്റുക എന്നുള്ളതാണ് തോപ്രാംകുടി ഇടവകയുടെ ആഗ്രഹം. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ മിഷൻ ഫിയസ്റ്റ 2K25ലേക്ക് എല്ലാ ഇടവകങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. മിഷൻ ട്രീയുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സോഫിയ ഷാജി ചിറക്കൽ, ബ്രദേഴ്സ് വെജിറ്റബിൾ ഷോപ്പ്, KS വെജിറ്റബിൾ ഷോപ്പ്, അയോണ ടോജി മൂലയിൽ, ബിയോണ ടോജി മൂലയിൽ, കോസ്മിക് ടെക്സ്റ്റൈൽസ്, അഭിനന്ദ് ബേക്കറി, വിനോദ് പുളിക്കാലിൽ, അനീഷ് താന്നിക്കുന്നിൽ, ജോഷി കുന്നത്തുപതി, സുനു ജോവി പള്ളിത്താഴത്ത് എന്നിവർക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. തോപ്രാംകുടി സെന്റ് മരിയഗുരുത്തി ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മിഷൻ ഫിസ്റ്റ 2K25 ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സ്റ്റോളിലേക്ക് എല്ലാവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇത് CMC സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്വയം സഹായ സംഘത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധങ്ങളായ മുളക് പൊടികൾ, മല്ലിപ്പൊടികൾ, ഫിഷ് മസാല, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, മുളക് പൊടി, മീറ്റ് മസാല, സാമ്പാർ പൊടി തുടങ്ങിയ പൊടികൾ, ചക്കയപ്പപ്പൊടി, ചക്ക ദോശപ്പൊടി, ചക്ക പുട്ടുപൊടി, ചക്കക്കുരു പുട്ടുപൊടി, കാപ്പിപ്പൊടി, വിവിധതരം കാപ്പിപ്പൊടികൾ, അച്ചാറുകൾ, വെളുത്തുള്ളി, അങ്ങനെയുള്ള വിവിധ ഡ്രൈ ചിക്കൻ, കൊഴുവ, കണ്ണിമാങ്ങ അച്ചാറുകൾ, അങ്ങനെ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിതരണം ചെയ്യുന്നു. ന്യായമായ വിലയ്ക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഇവിടെ വന്ന് വാങ്ങാവുന്നതാണ്. ഈ സംരംഭത്തിൽ പങ്കാളികളായി എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിവിധ ഭക്തസാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ഈ സ്റ്റാളിൽ നമ്മൾ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുകയാണ്. നമ്മൾക്ക് ഒരിക്കലും ലഭിക്കാത്ത പലവിധ വെറൈറ്റി വിഭവങ്ങൾ നമ്മുടെ ഈ സ്റ്റാളിൽ നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രസ്ഥാനവുമായിട്ട് വന്ന് സഹകരിക്കാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. സെന്റ് മരിയഗുരുത്തി ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നമ്മളിവിടെ നടത്തപ്പെടുന്ന മിഷൻ സൺഡേ വളരെ മനോഹരമായ രീതിയിൽ, നാളിതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു അതിമനോഹരമായ ഒട്ടേറെ ക്രമീകരണങ്ങളോടുകൂടി ഇവിടെ പുതിയ തലമുറയ്ക്ക് ഒരു മാതൃകാപരമായ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് കാണുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് പുതിയ തലമുറയെ എങ്ങനെയാണ് ഒരു മിഷൻ ട്രീ അല്ലെങ്കിൽ ഒരു മിഷൻ ഞായർ, മിഷൻ സൺഡേ എങ്ങനെ ക്രമീകരിക്കണമെന്നുള്ള ആ ഒരു വലിയ സന്ദേശം നൽകുകയാണ് സെന്റ് മരിയഗുരുത്തി ചർച്ച്. അതിന് വളരെ ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ജോസി അച്ഛനും കൊച്ചച്ഛനും കമ്മിറ്റിക്കാരും കൈക്കാരന്മാരെല്ലാം വളരെ നല്ല രീതിയിൽ ക്രമീകരിച്ച എല്ലാവിധ ആശംസകളും നേരുകയാണ്. ചേട്ടാ ഒന്ന്
കഴിഞ്ഞോട്ടൊക്കെ നമ്മള് ഞങ്ങൾ ജയിച്ചാൽ അങ്ങോട്ട് തരും. എത്ര പേര് ജയിച്ച ചരിത്രമുണ്ട് ഇവിടെ. 30 രൂപ ജയിച്ചാൽ തരും. 30 രൂപ ജയിച്ചാലോ? 20 രൂപ രജിസ്ട്രേഷൻ ഫീസ്, 30 രൂപ തിരിച്ചു തരും. 30 രൂപയ്ക്ക് വേണ്ടി ഇടവകയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മിഷൻ ലീഗിന്റെ ആഭിമുഖ്യത്തില് മിഷൻ ഫിയസ്റ്റ 2025 എന്ന പേരിൽ ഇവിടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മളുടെ ഇടവകയില് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് സഹായം ചെയ്തു കൊടുക്കുകയാണ് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വേണ്ടത്. വിവിധ തരത്തിലുള്ള സ്റ്റാളുകൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫുഡ് ഫെസ്റ്റ് അതുപോലൊക്കെ തന്നെ വിവിധ ഗെയിമുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവയിലൂടെ നമ്മൾ ഇടവക ജനങ്ങളെ കൂടുതലായിട്ട് പള്ളികളിലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുകയാണ്. എല്ലാവരുടെയും സഹകരണം ഈ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരും ഈ വേദിയിലേക്ക് കടന്നു വന്ന് എല്ലാവിധ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വളരെ ഉപകാരപ്പെടുന്ന ഒരു ഗെയിമാണ്. പൈസ എടുത്തോ അത്ര ഇരിക്കുവാ സ്പീഡിലൊക്കെ പോയാ മതി. വേണ്ട സ്പീഡിൽ ടേബിൾ തന്നെ വിളിക്കല്ലേ ഗെയിംസുകൾ ഇവിടെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ട്രഷർ ഹണ്ടുണ്ട്. അവയിലെല്ലാം ചെറിയ രജിസ്ട്രേഷൻ ഫീസ് മുടക്കി നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്നത് വലിയ അവസരങ്ങളാണ്, വലിയ സമ്മാനങ്ങളാണ്, ബമ്പർ പ്രൈസുകളാണ്. കൂടാതെ ഇവിടെയുള്ള രുചി വൈവിധ്യം നിങ്ങൾ ആസ്വദിക്കുക. വിവിധ ഇനം ബജ്ജികൾ, മുളക് ബജ്ജിയും മുട്ട ബജ്ജിയും വാഴയ്ക്ക ബജ്ജിയും ഉരുളക്കിഴങ്ങ് ബജ്ജിയും ഒക്കെ ഇവിടെ ആസ്വദിക്കുക. പൊറോട്ട ഉൾപ്പെടെയുള്ള ബിരിയാണി ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ നിങ്ങൾ ആസ്വദിക്കുക. അങ്ങനെ ഈ മിഷൻ ഫിയസ്റ്റ 2K25 എന്നുള്ള പേരിട്ടിട്ടുള്ള നമ്മുടെ ഇടവക ചരിത്രത്തിൽ ആദ്യമായി ഇത്രയേറെ വിപുലമായ പരിപാടികളോടുകൂടി നടത്തിയ മിഷൻ ഞായർ ആഘോഷത്തിൽ ഏറ്റവും സജീവമായി നിങ്ങളെല്ലാവരും പങ്കെടുക്കണം എന്നുള്ള വിവരം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ബിരിയാണി ഇവിടെ നിങ്ങൾ ബിരിയാണിയുടെ കൗണ്ടറിൽ നിന്ന് മാറി പൊറോട്ടയുടെ കൗണ്ടറിൽ പോകുന്ന സമയത്ത് തന്നെ ബിരിയാണി ഇവിടെ തീർന്നു പോകും. അതുകൊണ്ട് എത്രയും വേഗം ഓടി ബിരിയാണിയുടെ കൗണ്ടറിലേക്ക് തന്നെ വരിക. അവിടെ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഇത് കണ്ടോ, ഇപ്പം തന്നെ ഏതാണ്ട് 5 പേര് ബിരിയാണിയുടെ കൗണ്ടറിൽ ക്യൂ നിൽക്കുകയാണ് മേടിക്കാൻ വേണ്ടിയിട്ട്. ഇനിയും ആളുകൾ ഓടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഒന്ന് ബിരിയാണി വാങ്ങുക, ഇല്ലെങ്കിൽ ബിരിയാണി തീർന്നു പോകും. അങ്ങനെ വിവിധങ്ങളായ മത്സര ഇനങ്ങൾ, വിവിധങ്ങളായ ഭക്ഷ്യവിഭവങ്ങൾ, വിവിധങ്ങളായ ആഘോഷ പരിപാടികളൊക്കെ അണിയിച്ചൊരുക്കി നമ്മുടെ ഇടവക ചരിത്രത്തിൽ ഏതാണ്ട് ഇടവക ദിനത്തോട് ഉള്ളതുപോലെ അല്ലെങ്കിൽ തിരുനാളിനോട് ഉള്ളതുപോലെയൊക്കെയുള്ള തരത്തിലേക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങളുടെയും വിപുലമായ ആഘോഷങ്ങളുമൊക്കെ ഒരുക്കിക്കൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു ഇവൻ്റായിരുന്നു മിഷൻ ഫിയസ്റ്റ 2K25 എന്നുള്ള പേരിലുള്ള മിഷൻ ഞായർ ആഘോഷം. തോപ്രാംകുടി സെൻറ്റ് മരിയാഗുരേത്തി ചർച്ചിലെ മിഷൻ ഫിയസ്റ്റ 2K25നോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത്. കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ ഈ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത്. ജനറൽ മെഡിസിൻ, ശ്വാസകോശം, അസ്ഥി വിഭാഗം, നേത്ര വിഭാഗം, ENT
ഇത്രയും വിഭാഗത്തിലെ ഡോക്ടർമാരും അതിനോടനുബന്ധിച്ചുള്ള സ്റ്റാഫുകളും ഈ മെഡിക്കൽ ക്യാമ്പ് നമുക്കായിട്ട് ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറഞ്ഞ നിരക്കിൽ അവർ കണ്ണട നൽകുന്നുണ്ട്. അതുപോലെ ലാബ് ടെസ്റ്റുകൾ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലുകൾ ഇവിടെ സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. തൈറോയിഡ്, അതുപോലെ തന്നെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഈ ടെസ്റ്റുകളെല്ലാം സൗജന്യ നിരക്കിൽ ഇവിടെ ചെയ്തു വരുന്നു. നമ്മൾ ഇതുവരെ നമ്മുടെ ക്രിസ്മസ് ദിവസങ്ങളിൽ കണ്ടതുപോലെ, ഇടവക ദിനത്തിൽ കണ്ടതുപോലെ, അല്ലെങ്കിൽ തിരുനാളിനോട് നമ്മൾ കണ്ടതുപോലെയൊക്കെയുള്ള കഷ്ടപ്പാടുകളും മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ ഇതിൻ്റെ പിന്നിൽ വളരെ വിപുലമായി ആവശ്യം വന്നിരുന്നു. ഒത്തിരിയേറെ ആളുകളുടെ ദിവസങ്ങളോളമുള്ള കഷ്ടപ്പാടുകൾ, അവരുടെ ശ്രമങ്ങളൊക്കെ ഈ പരിപാടി ഇത്രയേറെ മികച്ച രീതിയിൽ വിജയകരമാകുന്നതിന് വേണ്ടി പിൻബലമായിട്ടുണ്ട്. ഏവരെയും ഇതിൻ്റെ സംഘാടക സമിതി നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ഇനിയും നമ്മുടെ ഇടവകയിൽ ഇതുപോലെയുള്ള ഒരുമിച്ച് ചേരലുകൾ, ഒത്തൊരുമേഖലുകൾ, കൂടിച്ചേരലുകളൊക്കെ സജീവമായി നടത്തുന്നതിന് പ്രചോദനമേകുന്ന വിധത്തിലേക്കുള്ള സഹകരണവും പിന്തുണയും നമ്മുടെ ഈ മിഷൻ ഫിയസ്റ്റയ്ക്ക് ലഭിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. പ്രിയപ്പെട്ടവരെ, മിഷൻ ഫിയസ്റ്റ 2K25 എന്ന പേരിൽ തോപ്രാംകുടി മരിയാകുരേത്തി പള്ളിയുടെ നേതൃത്വത്തിലുള്ള മിഷൻ സൺഡേ ആചരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇടവകയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് മിഷൻ സൺഡേ സെലിബ്രേഷൻ കുട്ടികൾ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ സെന്റ് ജോൺസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ അവരുടെ 5 ഡിപ്പാർട്ട്മെന്റുകൾ അടങ്ങിയ ഒരു വലിയ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടത്തപ്പെടുകയാണ്. ഇതെല്ലാം സൗജന്യമായിട്ടാണ് നടത്തപ്പെടുന്നത്. എല്ലാവരും ഏറ്റവും കൃത്യമായിട്ട് ഈ മിഷൻ ഫിയസ്റ്റ 2K25 ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യാണ്. അങ്ങനെ വിവിധങ്ങളായ മത്സര ഇനങ്ങൾ, വിവിധങ്ങളായ ഭക്ഷ്യവിഭവങ്ങൾ, വിവിധങ്ങളായ ആഘോഷ പരിപാടികളൊക്കെ അണിയിച്ചൊരുക്കി നമ്മുടെ ഇടവക ചരിത്രത്തിൽ ഏതാണ്ട് ഇടവക ദിനത്തോട് ഉള്ളതുപോലെ, അല്ലെങ്കിൽ തിരുനാളിനോട് ഉള്ളതുപോലെയൊക്കെയുള്ള തരത്തിലേക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങളുടെയും വിപുലമായ ആഘോഷങ്ങളുമൊക്കെ ഒരുക്കിക്കൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു ഇവൻ്റായിരുന്നു മിഷൻ ഫിയസ്റ്റ 2K25 എന്നുള്ള പേരിലുള്ള മിഷൻ ഞായർ ആഘോഷം. നമ്മൾ ഇതുവരെ നമ്മുടെ ക്രിസ്മസ് ദിവസങ്ങളിൽ കണ്ടതുപോലെ, ഇടവക ദിനത്തിൽ കണ്ടതുപോലെ, അല്ലെങ്കിൽ തിരുനാളിനോട് നമ്മൾ കണ്ടതുപോലെയൊക്കെയുള്ള കഷ്ടപ്പാടുകളും മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ ഇതിൻ്റെ പിന്നിൽ വളരെ വിപുലമായി ആവശ്യം വന്നിരുന്നു. ഒത്തിരിയേറെ ആളുകളുടെ ദിവസങ്ങളോളമുള്ള കഷ്ടപ്പാടുകൾ, അവരുടെ ശ്രമങ്ങളൊക്കെ ഈ പരിപാടി ഇത്രയേറെ മികച്ച രീതിയിൽ വിജയകരമാകുന്നതിന് വേണ്ടി പിൻബലമായിട്ടുണ്ട്. ഏവരെയും ഇതിൻ്റെ സംഘാടക സമിതി നന്ദിയോടുകൂടി സ്മരിക്കുന്നു. മിഷൻട്രിയിൽ എല്ലാവരും സഹകരിച്ച് ഏതാനും സമ്മാനങ്ങൾ മാത്രമേ ഇനിയുള്ളൂ കേട്ടോ. അതും മിക്കവാറും ബമ്പർ സമ്മാനങ്ങളാണ്. ഏതാനും ബമ്പർ സമ്മാനങ്ങളും ഏതാനും ചെറിയ സമ്മാനങ്ങളും മാത്രമേ ഉള്ളൂ. വളരെ ചെറിയ നാമമാത്രമായ ഒരു തുക മാത്രമാണ് നമ്മൾ മുടക്കേണ്ടതുള്ളൂ. 100 രൂപ കൊടുത്താൽ 5 കൂപ്പണാണ് കിട്ടുന്നത്. നിങ്ങൾ 20 രൂപ ചിന്തിക്കണം. 100 രൂപ മുടക്കുക, 5 സമ്മാനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഭാഗ്യപരീക്ഷണം നടത്തുക. തീർച്ചയായിട്ടും അതിലൊന്ന് ബമ്പർ സമ്മാനമായിരിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാനിവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ചിക്കൻ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്, ബജ്ജികളുണ്ട്, പൊറോട്ടകളുണ്ട്, പൊറോട്ടയുടെ വിവിധ തരം കറികളുണ്ട്. ഈ കൗണ്ടറിൽ പണമടച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവത്തിൻ്റെ കൗണ്ടറിൽ നൽകി അവിടെ നിന്ന് ഈ വിഭവങ്ങൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. പൊറോട്ടയും ബിരിയാണിയും, ബിരിയാണിയുടെ തന്നെ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഉണ്ട്, വിവിധ ഇനം ബജ്ജികളുണ്ട്, ഐസ്ക്രീമുകളുണ്ട്, നിരവധിയായ മത്സര ഇനങ്ങൾ, ഗെയിംസ് ഇനങ്ങൾ, ഭക്ഷ്യ വിഭവങ്ങൾ, രുചി വൈഭവം കൊണ്ട്, രുചി വൈവിധ്യം കൊണ്ട്, രുചി ഭേദങ്ങൾ കൊണ്ട് നിങ്ങളുടെ രുചി മുകുളങ്ങളെ ത്രസിപ്പിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ, നിരവധിയായ ഭക്ഷണ പദാർത്ഥങ്ങൾ, അതോടൊപ്പം തന്നെ തീർത്തും ജൈവികമായ ഉൽപ്പന്നങ്ങൾ, നിങ്ങളുടെ വീടുകളിലെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കറി പൗഡറുകൾ ഉൾപ്പെടെ, അച്ചാറുകൾ ഉൾപ്പെടെ തികച്ചും നാച്ചുറലായി രൂപപ്പെടുത്തിയ വിഭവങ്ങൾ ഇവിടുന്ന് വാങ്ങാം. അതോടൊപ്പം പ്രാർത്ഥനാ പുസ്തകങ്ങളും ജപമാലയും കൊന്തയും ഒക്കെ ഉൾപ്പെടെയുള്ളവ ഇവിടുത്തെ സ്റ്റാളിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. നിരവധി സർപ്രൈസ് സമ്മാനങ്ങൾ ഈ മിഷൻ ട്രെയിലുണ്ട്. ബെഡ്ഷീറ്റും കാസറോളും പില്ലോയും പ്ലേറ്റ് സെറ്റും കാസറോളും
എല്ലാം സർപ്രൈസ് സമ്മാനങ്ങളായി കുടയും കെറ്റിലും പ്ലേറ്റ് സെറ്റും എല്ലാം ഇവിടുത്തെ മിഷൻ ട്രീയിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാകും. 20 രൂപയ്ക്ക് ഒരു സമ്മാനപ്പൊതി നിങ്ങൾ കരസ്ഥമാക്കുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് 500 രൂപയോ അതിലധികമോ ഒക്കെയുള്ള വിലയുള്ള സർപ്രൈസ് സമ്മാനങ്ങളാണ്. ഈ മിഷൻ ട്രീയിൽ എല്ലാവരും ആത്മാർത്ഥമായി പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ കയറി വരുന്ന ഇടങ്ങളിൽ ജ്യൂസ് കൗണ്ടറുണ്ട്, ഐസ്ക്രീം കൗണ്ടറുണ്ട്. അവിടെ നിന്ന് ജ്യൂസും ഐസ്ക്രീമും ഒക്കെ ആവശ്യാനുസരണം വാങ്ങി രുചി അറിഞ്ഞ് ഈ മിഷൻ ഫീസ്റ്റിൻ്റെ ഭാഗമായി ഇന്നത്തെ ഈ ആഘോഷത്തിൻ്റെ മധുരം നുകർന്നുകൊണ്ട് വേണം നിങ്ങളേവരും തിരിച്ചു പോകാൻ. മിഷൻ ട്രീ നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് സമ്മാനങ്ങൾ പാരിഷ് ഹാളിന് മുൻവശത്തുണ്ട്. 20 രൂപയ്ക്ക് ഒരു സമ്മാനപ്പൊതി കരസ്ഥമാക്കുക. അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് 5 കിലോയും 10 കിലോയും ഒക്കെ തൂക്കമുള്ള ബ്രാൻഡഡ് അരികൾ, കേക്കുകൾ, കുടകൾ, ബെഡ്ഷീറ്റുകൾ, ടർക്കിഷ് തവലുകൾ തുടങ്ങി ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉൾപ്പെടെയുള്ള നിരവധി സമ്മാനങ്ങൾ, സർപ്രൈസ് സമ്മാനങ്ങൾ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പ്രതിഭകളെ, നിങ്ങളുടെ കഴിവുകളെ പരീക്ഷിക്കുന്നതിനുള്ള നിരവധി മത്സരങ്ങൾ ഇവിടെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ചെറിയ രജിസ്ട്രേഷൻ ഫീസ് കൊടുത്ത് അവയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇതെല്ലാം നടത്തുന്നത് ഇടവകയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥമാണ്. ഒരു സാധു കുടുംബത്തിന് നമ്മുടെ ഇടവകയിൽ നിന്നും ഈ മിഷൻ സൺഡേയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു ഭവനം നിർമ്മിച്ച് നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്രയേറെ വിപുലമായ രീതിയിൽ നമ്മൾ ഈ പ്രോഗ്രാം അണിയിച്ചൊരുക്കുന്നത്. രാവിലെ 6 മണി മുതൽ ഇതുവരെ അഭൂതപൂർവമായ തിരക്കും എല്ലാ ഇടവക ജനങ്ങളുടെയും വളരെ ആത്മാർത്ഥമായ സഹകരണവും പങ്കാളിത്തവും ഈ വളരെ സജീവമായി ഈ സ്റ്റാളിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ തരത്തിലുള്ള ബജ്ജികൾ, വിവിധ തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ, ഐസ്ക്രീമും ജ്യൂസും ഉൾപ്പെടെയുള്ള ഭക്ഷ്യവിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. നിങ്ങൾക്കേവർക്കും ആസ്വദിക്കാവുന്ന തരത്തിലുള്ള സമ്മാനങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള മിഷൻ ട്രീ പാരിഷ് ഹാളിൻ്റെ മുന്നിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നു. അതിലെല്ലാം സജീവമായി പങ്കെടുത്തുകൊണ്ട് സമ്മാനങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് ഈ വലിയ ഉദ്യമത്തിലേക്ക്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം നടത്തുന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പ്രോത്സാഹനവും പങ്കാളിത്തവും എല്ലാം ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഭക്ഷ്യ സ്റ്റാളുകളിൽ നമ്മുടെ ചേട്ടന്മാരെല്ലാം വിശ്രമത്തിലാണ്. എത്രയും വേഗം കടന്നു വന്ന് പൊറോട്ടയും ഉൾപ്പെടെയുള്ള വിഭവങ്ങളും അതിൻ്റെ കറികളുമൊക്കെ വാങ്ങി കഴിച്ച് സന്തോഷിക്കുവാനുള്ള അവസരമുണ്ട്. വിശപ്പ് അടക്കുവാനുള്ള അവസരമുണ്ട്. രുചി വൈവിധ്യങ്ങൾ തിരിച്ചറിയുവാനുള്ള അവസരമുണ്ട്. അതിനെല്ലാം വേണ്ടി നിങ്ങൾ ഓരോരുത്തരും കടന്നു വരണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. വ്യത്യസ്തങ്ങളായ ബജ്ജികൾ, മുളക് ബജ്ജിയും ഏത്തയ്ക്ക ബജ്ജിയും മുട്ട ബജ്ജിയും ഒക്കെ ഉൾപ്പെടെയുള്ള വിവിധ ബജ്ജികൾ, അവയുടെ ചട്നിയുമൊക്കെ ഇവിടെ ലഭ്യമാണ്. അവയെല്ലാം വാങ്ങി കഴിച്ചുകൊണ്ട് രുചി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പദ്ധതിയുടെ വിജയത്തിന് വേണ്ടി ഓരോരുത്തരുടെയും പരിശ്രമം ഉണ്ടാകണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. മിഷൻ ട്രീ വളരെ സജീവമായി മുന്നേറുകയാണ്. 20 രൂപ മാത്രമാണ് മിഷൻ ട്രീയിലെ ഒരു സമ്മാനത്തിന് വേണ്ടി നമ്മൾ മുടക്കേണ്ട തുക. അതിന് തത്തുല്യമായതോ അതിന് മുകളിലുള്ളതായ ഒരു സമ്മാനം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. പക്ഷേ നിങ്ങളെ കാത്തിരിക്കുന്നത് 20 രൂപയല്ല, 200, 500, 1000 രൂപയൊക്കെ വിലയുള്ള മറ്റ് സർപ്രൈസ് സമ്മാനങ്ങളാണ്. 10 കിലോ ബ്രാൻഡഡ് അരി, ബെഡ്ഷീറ്റ്, കുടകൾ, കേക്കുകൾ, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകൾ, ബൗൾ സെറ്റുകൾ, പ്ലേറ്റ് സെറ്റുകൾ, ടർക്കിഷ് ടവലുകൾ, പില്ലോകൾ, അങ്ങനെ നിരവധി സമ്മാനങ്ങൾ ഈ മിഷൻ ട്രീയിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇനിയും നിരവധി ബമ്പർ സമ്മാനങ്ങൾ, സർപ്രൈസ് ഗിഫ്റ്റുകൾ നേടിയെടുക്കാനുള്ള അവസരമുണ്ട്. എല്ലാവരും ആ മിഷൻ ട്രീയിൽ കൂടി ഭാഗഭാക്കായി ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മുൻനിര പോരാളികളായി മാറുവാൻ വീണ്ടും വീണ്ടും ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് രാവിലെ 6 മണിക്ക് ആരംഭിച്ച് ഇന്ന് വൈകിട്ട് 8 മണി വരെ തുടരുന്ന മിഷൻ ഫിയസ്റ്റ 2K25 എന്ന പേരിലുള്ള
മിഷൻ ഞായർ ആഘോഷ പരിപാടികളാണ് നമ്മുടെ ഈ ഹാളിൽ നടന്നു വരുന്നത്. ഈ ഹാളിലെ വിവിധ പ്രവർത്തനങ്ങളോടൊപ്പം മരിയാകുരത്തി LP സ്കൂളിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്ന എക്സിബിഷനിലും നമുക്ക് പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. മരിയാകുരത്തി LP സ്കൂൾ ഹാളിൽ ഭ്രൂണഹത്യക്കെതിരെ പ്രത്യേകമായി ജീവൻ്റെ വില തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു എക്സിബിഷൻ ജീസസ് യൂത്തിൻ്റെ നേതൃത്വത്തിൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ പാരമ്പര്യമായി നമ്മൾ കൈമാറി വന്ന ഉപകരണങ്ങൾ, വീട്ട് ഉൽപ്പന്നങ്ങൾ, ഒരു കാലത്ത് ആഡംബരമെന്ന് നമ്മൾ കരുതി ഇന്ന് അന്യം നിന്ന് പോയിട്ടുള്ള ചില ഇലക്ട്രോണിക്സ് വസ്തുക്കൾ ഒക്കെ ഉൾപ്പെടെ, പഴയ നാണയങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള വിവിധ ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളും കരകൗശല വസ്തുക്കളും എല്ലാം ഉൾപ്പെടെ വിപുലമായ സ്റ്റാള് അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഇവ കൂടി സന്ദർശിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ തിരികെ പോകാവൂ എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർപ്പിക്കുന്നു. വളരെ മനോഹരമായ സ്റ്റാളുകളാണ് അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഏറെ പേരുടെ നിരവധി ദിവസങ്ങളിലെ അധ്വാനം അതിന് പിന്നിലുണ്ട്. അവയെല്ലാം കാണുവാനും ആസ്വദിക്കുവാനും ഏവരെയും മരിയാകുരത്തി LP സ്കൂൾ ഹാളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ മിഷൻ ഫിയസ്റ്റ 2K25 പ്രവർത്തനങ്ങൾ, ഈ സ്റ്റാളുകൾ, ഈ ആഘോഷ പരിപാടികളെല്ലാം ഇന്ന് രാത്രി 8 മണി വരെ തുടരുന്നതാണ്. ഇവിടെ വന്ന് ഭക്ഷണ വസ്തുക്കൾ രുചിക്കുവാനും ആസ്വദിക്കുവാനും അവ പാഴ്സലായി വീടുകളിലേക്ക് വാങ്ങിക്കൊണ്ടു പോകാനും ഒക്കെയുള്ള നമ്മുടെ ഇവിടെ ഒരുക്കിയിട്ടുള്ള അവസരങ്ങൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്തണം എന്ന് വിനയപുരസ്സരം ഓർമ്മിപ്പിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഘോഷ പരിപാടികൾ എന്നതിനപ്പുറത്തേക്ക് ഈ ഇടവക ജനങ്ങളെ, ഈ നാട്ടുകാരെയെല്ലാം ഒരുമിച്ച് ചേർത്ത് ഉല്ലസിക്കുവാനും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് സംസാരിച്ച് പരസ്പര സഹകരണത്തോട് മുന്നോട്ട് പോകാനുള്ളൊരു അവസരം, ഒരു വേദി എന്നുള്ള നിലയിൽ കൂടി നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഈ മിഷൻ ഫിയസ്റ്റയുടെ പരിപാടികളെ നിങ്ങൾ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ദിവസങ്ങളിലെ അധ്വാനവും പ്രയത്നവും പരിശ്രമവും എല്ലാം ഇതുപോലെ വിപുലമായ രീതിയിൽ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ വേണ്ടി വന്നിട്ടുണ്ട്. ആ അധ്വാനങ്ങളുടെ എല്ലാം പിന്നിലുള്ള ചേതോവികാരം എന്ന് പറയുന്നത് ഈ ഇടവകയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സാധിക്കുന്നത്ര നിലയിൽ ഫണ്ട് സ്വരൂപിക്കുക, അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകുക എന്നുള്ളതാണ്. അത് തന്നെ അതാ കണ്ടുപടി. അടുത്തടുത്ത് വരുന്നുണ്ട്. ഈ അങ്ങോട്ടും ഇങ്ങോട്ട് കേട്ടേണ്ട ഒരെണ്ണം വീഴുന്നില്ല. ഒരെണ്ണം പോലും ഇത്ര നേരമായിട്ട് മാറിപ്പോയി. ഈ കുട്ടികൾ ഒറ്റയടിക്ക് തൂത്തങ്ങൾ വാങ്ങി. ഏട്ടാ ഇതിൽ കൂടെ ഒരു അവസരം കിട്ടാനില്ല. ഞങ്ങൾ തള്ളി ചുമ്മാ തള്ളി കൊണ്ടിട്ട് ഇവിടെ എങ്ങനെ ഇവിടെ വെച്ചിട്ടേ ഇവിടെ അടിച്ചു ഒറ്റയടി.
ഒന്ന് കഴിച്ചു ഈ ഉദ്യമങ്ങളെ ഏറെ സജീവമായി ഹൃദയപൂർവ്വം നോക്കിക്കാണുന്ന എല്ലാ നല്ലവരായ ആളുകൾക്കും ഇതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി നന്ദിയോടെ ഓർക്കുന്നു. ഇനിയും വരും സമയങ്ങളിലുള്ള ഈ പ്രവർത്തനങ്ങളിലേറെ ആത്മാർത്ഥതയോടെ പങ്കെടുക്കുവാനും സഹകരിക്കുവാനും ഭക്ഷ്യവിഭവങ്ങൾ ആസ്വദിക്കുവാനും ഇവിടുത്തെ ഗെയിംസുകളിൽ പങ്കെടുക്കുവാനും സമ്മാനങ്ങൾ നേടുവാനും അതോടൊപ്പം അണിയിച്ചൊരുക്കിയിട്ടുള്ള സ്റ്റാളിൽ സഹകരിക്കുവാനും എക്സിബിഷൻ കാണുവാനുമെല്ലാം ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. മിഷൻ ഫീസ്റ്റോടനുബന്ധിച്ച ഫുട്ബോൾ മത്സരത്തിൽ വിജയികളായിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ തന്നെ ഈ മൈക്ക് പോയിന്റിലേക്ക് കടന്നു വരണം. നമുക്ക് സമ്മാനദാനം നിർവഹിക്കുകയാണ്. വിവിധ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കുമുള്ള ഓംലേറ്റുകൾ വൈകുന്നേരങ്ങളിൽ കഴിക്കാനായിട്ട് ഓംലെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ബജിയുണ്ട്, ബിരിയാണി, ചിക്കൻ ബിരിയാണിയുണ്ട്. എല്ലാ ഭക്ഷണ സാധനങ്ങളും എല്ലാവരും കഴിച്ചിട്ട് പോകണമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. 20 രൂപ മുടക്കിയാൽ നമ്മളുടെ മിഷൻ ട്രീ ഉണ്ട്. മിഷൻ ട്രീയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒത്തിരി ബമ്പർ സമ്മാനങ്ങളുണ്ട്. ആ സമ്മാനങ്ങളെല്ലാം കരസ്ഥമാക്കാനായിട്ട് സ്നേഹമുള്ളവരെ ഈ ഒരു പാരിഷ് ഹാളിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പിടി കോഴി, കപ്പ മീൻകറി, കപ്പ ബിരിയാണി, ബീഫ് കറി, പൊറോട്ട, അപ്പം, ഓംലേറ്റ്, പിടി, ബിരിയാണി മുതലായ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും കടന്നു വന്ന് മിഷൻ ഫീസ്റ്റ് 2025 സഹകരിക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഈ വേദിയിലേക്ക് കടന്നു വന്ന് വിവിധ ഭക്ഷണ പദാർത്ഥങ്ങളുടെ രുചിക്കൂട്ട് ആസ്വദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏവരും ഇതിലെ ചൂടൻ ബജി നല്ല ചൂടൻ ബജി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും കടന്നു വന്ന് ചൂടൻ ബജി മേടിച്ച് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിടി കോഴിക്കറി, ബിരിയാണി, പൊറോട്ട, ഓംലെറ്റ്, ബീഫ് കറി, മീൻകറി, നല്ല ചൂടുള്ള ബജി തുടങ്ങിയ വിവിധതരം ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും കടന്നു വന്ന് ഇതിനോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മിഷൻ ഫീസ്റ്റ 2025 സമാപനത്തിലേക്ക് കടക്കുമ്പോൾ വിവിധ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളുടെ മിഷൻ ഫിയസ്റ്റയോടനുബന്ധിച്ച് നമ്മൾ ഫുട്ബോൾ മത്സരം നടത്തി ഫൈനലിൽ 2 ടീമുകൾ വന്നു. അത് പെനാൽറ്റിയിലും തീരുമാനമായില്ല, സഡൻ ഡെത്തിലും തീരുമാനമായില്ല. അതുകൊണ്ട് 2 പേർക്കും 1-ാം സമ്മാനം വീതിച്ചു കൊടുക്കുകയാണ്. അതിന് സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് 6-ാം നമ്പർ ഗ്രൂപ്പിലെയും 4-ാം നമ്പർ ഗ്രൂപ്പിലെയും പ്രിയപ്പെട്ട കുട്ടികൾ വേദിയിലേക്ക് കടന്നു വരണം. സമ്മാനദാനം നിർവഹിക്കുന്നത് നമ്മളുടെ ഇടുക്കി രൂപതയുടെ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ രൂപതാ പ്രസിഡന്റ് സെസിൽ ജോസ് ആണ്. സമ്മാനദാനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് സെസിൽ ജോസ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സമ്മാനാർഹരായ 6-ാം നമ്പർ ഗ്രൂപ്പ്, 4-ാം നമ്പറിലെ കുട്ടികളെ, ടീമംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 4-ാം നമ്പർ ഗ്രൂപ്പിലെ ടീമംഗങ്ങൾ വേദിയിലേക്ക് കടന്നു വരിക. നമുക്ക് കൈകളടിച്ചുകൊണ്ട് നമ്മളുടെ ഫുട്ബോൾ മത്സരത്തിൽ വിജയികളായിട്ടുള്ളവരെ കൈകളടിച്ചുകൊണ്ട് എല്ലാവർക്കും അവരെ പ്രോത്സാഹിപ്പിക്കാം. നല്ല കളിയായിരുന്നു കുട്ടികൾ. ഇന്നലെ എല്ലാ ടീമുകളും ഇന്നലെ ഫസ്റ്റ് റൗണ്ടിലും സെമിയിലും ഒക്കെ ആയിട്ട് മത്സരിച്ചു. അതിൽ വിജയികളായിട്ടുള്ളവർ അവസാനം പെനാൽറ്റിയിൽ പോലും തീരുമാനമാകാത്തതുകൊണ്ട് സമ്മാനം 2 ടീമുകൾക്കുമായിട്ട് കൊടുക്കുകയാണ്. 1001 രൂപ ക്യാഷ് അവാർഡ് വീതമാണ്. ക്യാഷ് അവാർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോഷി കുന്നത്തുപതിയിൽ. 2-ാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഐക്കരക്കുന്നേൽ സ്പൈസസ്. 1-ാം സമ്മാനം ജോഷി കുന്നത്തുപതിയിൽ, 2-ാം സ്ഥാനം ഐക്കരക്കുന്നേൽ സ്പൈസസ്. ഒന്നാം സമ്മാനത്തിന് അർഹരായ 6-ാം നമ്പർ ഗ്രൂപ്പിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനദാനം നിർവഹിക്കുന്നത് ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ ഇടുക്കി രൂപതാ പ്രസിഡന്റ് സെസിൽ ജോസ്. മത്സരത്തിൽ വിജയികളായിട്ടുള്ള
രണ്ട് ടീം അംഗങ്ങൾക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. എല്ലാവർക്കുമുള്ള വിവിധ തരത്തിലുള്ള ബജി നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വിവിധ തരത്തിലുള്ള ബജി ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ഒരു പാരിഷാളിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട തോപ്രാംകുടി സെൻറ്റ് മരിയ ഗുരുത്തി പള്ളിയുടെ വികാരി ജോസിയച്ച, തോപ്രാംകുടി ഇടവകയിലെ ഏറ്റവും ബഹുമാനീയരായിട്ടുള്ള അധ്യാപകർ, നോബിൾ സാർ ഉൾപ്പെടെയുള്ള അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയപ്പെട്ട മിഷണറിമാരെ, ഇന്നേ ദിവസം തോപ്രാംകുടി ഇടവകയിൽ ബഹുമാനപ്പെട്ട ജോസിയച്ചൻ്റെയും നോബിൾ വലിയവൻ്റെ സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഈ സംഘടിപ്പിച്ചിട്ടുള്ള മിഷൻ ഫിയസ്റ്റ 2025 എന്ന ഈ വലിയ ഒരു പ്രോഗ്രാം, വലിയ സന്തോഷവും അതിലേറെ ഈ പ്രോഗ്രാം കാണുമ്പോൾ വലിയ അഭിമാനവുമാണ് തോന്നുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഈ മിഷൻ ഫിയസ്റ്റ ഈ തോപ്രാംകുടി പള്ളിയുടെ അങ്കണത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. വിവിധതരം സ്റ്റാളുകൾ, അതുപോലെ തന്നെ എക്സിബിഷൻ, മെഡിക്കൽ ക്യാമ്പ്, എത്രയോ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള ഗെയിമുകൾ എല്ലാം എത്രയോ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടി ഓർക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ എത്രമാത്രം ഈ ഇടവകയിലുള്ള ബഹുമാനപ്പെട്ട അച്ഛൻ്റെയും ബഹുമാനപ്പെട്ട നോബിൾ സാറിൻ്റെയും ഇവിടുത്തെ മതാധ്യാപകരുടെയൊക്കെ നേതൃത്വത്തിൽ എത്ര ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രയത്നമാണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്നുള്ളത് ഓർക്കുമ്പോൾ തന്നെ വലിയ അതിശയം തോന്നുകയാണ്. പ്രത്യേകമായിട്ട് ചെറുഷ്മഷ ലീഗ് ഇടുക്കി രൂപതാ സമിതിയുടെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അർപ്പിക്കുവാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ മിഷൻ ഫിയസ്റ്റ 2025 ഇത്രയും മനോഹരമായി ക്രമീകരിച്ച, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി ഇടുക്കി രൂപത ചെറുഷ്മഷ ലീഗിൻ്റെ രൂപതാ സമിതിക്ക് വേണ്ടിയിട്ട് അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. വിവിധ തരത്തിലുള്ള ബജ്ജികൾ നമ്മുടെ കൗണ്ടറിൽ നിന്ന് ലഭ്യമാണ്. ബിരിയാണിയും, ചിക്കൻ ബിരിയാണിയും, കപ്പ ബിരിയാണിയും, പൊറോട്ടയും, പിടിയും കോഴിക്കറിയും ഒക്കെ നമ്മുടെ സ്റ്റാളുകളിൽ മികച്ച രുചി വൈവിധ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെയുണ്ട്. ഓംലെറ്റും ബ്രെഡ് ഓംലെറ്റും ഒക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഏവർക്കും ലൈവായിട്ട് ഇവിടെ ഒന്ന് കൂപ്പൺ എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവം ചൂടോടുകൂടി രുചികരമായി ഇവിടുന്ന് ആസ്വദിക്കാനുള്ള അവസരമുണ്ട്. അതിനുവേണ്ടി ഓരോരുത്തരും തയ്യാറായി ഈ സ്റ്റാളിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ രാവിലെ മുതൽ ഇവിടെ വിവിധ ഗെയിമുകൾ, മത്സര ഇനങ്ങൾ ഇവിടെയുണ്ട്. നമുക്കേവർക്കും സന്തോഷത്തോടുകൂടി സജീവമായി പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള മത്സര ഇനങ്ങൾ, ഗെയിംസുകൾ ഇവിടെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ചെറിയ രജിസ്ട്രേഷൻ ഫീസ് മാത്രം മുടക്കിക്കൊണ്ട് അത്തരം ഗെയിംസുകളുടെ ഭാഗമാകാൻ നമുക്ക് അവസരമുണ്ട്. നമ്മുടെ കഴിവിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള, നമ്മുടെ അഭിരുചികളെ ഉണർത്തുന്ന തരത്തിലുള്ള വിവിധ ഗെയിമുകൾ ഇവിടെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അതിൽ കൂടി നിങ്ങൾ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ മരിയഗോരത്തി LP സ്കൂൾ ഹാളിൽ 2 തരത്തിലുള്ള എക്സിബിഷനുകൾ അവിടെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് അവയെല്ലാം സന്ദർശിക്കാവുന്നതാണ്. അതുപോലെ ഇന്നത്തെ ദിവസം നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകളുടെ മികച്ച അഭിപ്രായം വന്ന ഭക്ഷണപദാർത്ഥങ്ങളിൽ ഒന്നാണ് ബിരിയാണി. ബിരിയാണി രാവിലെ മുതൽ ആളുകൾ ഇന്നത്തെ അടുക്കളയ്ക്ക് അവധി കൊടുത്തുകൊണ്ട് വീടുകളിലേക്ക് ഉച്ചഭക്ഷണത്തിനായിട്ടുമൊക്കെ ബിരിയാണി വാങ്ങിക്കൊണ്ട് പോയിരുന്നു. വൈകുന്നേരവും നമ്മുടെ അത്താഴവും ഇവിടെ നിന്നുള്ള ചിക്കൻ ബിരിയാണി ഇപ്പോൾ തന്നെ ഓടി വന്ന് പിടിയും ബീഫ് കറിയും സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ അവശേഷിക്കുന്ന പിടി കൂടി സ്വന്തമാക്കുക, അവശേഷിക്കുന്ന ഏതാനും സെറ്റ് ബിരിയാണികൾ കൂടി സ്വന്തമാക്കുക. ചിക്കൻ ബിരിയാണിയും ഇനി ഏതാനും പേർക്ക് മാത്രമുള്ള ചിക്കൻ ബിരിയാണി അവശേഷിക്കുന്നുള്ളൂ. ബീഫ് ബിരിയാണിയും അതുപോലെ തന്നെയാണ്. ബജ്ജിയുണ്ട്. ബജ്ജിയും ഏതാണ്ട് സമാപന ഘട്ടത്തിലേക്കാണ്. നിങ്ങൾ എത്രയും വേഗം ബജ്ജിവിനെ ലൈവായതുകൊണ്ടും നമുക്ക് പെട്ടെന്ന് നിർമ്മിക്കാവുന്നവരെ നമുക്ക് വിവിധ തരത്തിലുള്ള, വിവിധ രുചികളിലുള്ള ബജി തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ബജികൾ കഴിക്കുവാൻ, ചൂടോടുകൂടി കഴിക്കുവാനായിട്ട് നിങ്ങൾക്ക് കടന്നു വരാം. അങ്ങനെ പിടി അവസാനിച്ചു.
ഇനി പിടിവലിയില്ല. പിടിക്ക് വേണ്ടിയുള്ള പിടിവലി ഇനി അവസാനിച്ചിരിക്കുന്നു. ചിക്കൻ ബിരിയാണിയും ബജ്ജിയും ഇങ്ങനെ നേർക്ക് നേർ മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. പൊറോട്ടയ്ക്കും ചിക്കൻ കറിക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ ആരാധകർ ബിരിയാണിക്കും ബജ്ജിക്കുമാണെന്നുള്ളത് നമ്മളെ വിസ്മയിപ്പിക്കുന്നു. കാരണം നമ്മുടെ ദേശീയ ഭക്ഷണം പൊറോട്ടയാണെന്ന് കരുതി നമ്മളിരുന്നെങ്കിൽ പൊറോട്ടയും ബീഫ് കറിയും പൊറോട്ടയും ചിക്കൻ കറിക്കും ഒക്കെ അപ്പുറത്തേക്ക് ഇവിടെ ബജ്ജിക്കും ബിരിയാണിക്കുമാണ്, ചിക്കൻ ബിരിയാണിക്കുമാണ് ഏറെ ആരാധകരും ആവശ്യക്കാരും ഉള്ളത് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഇന്നത്തെ അത്താഴത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് വീടുകളിലേക്ക് വാങ്ങിക്കൊണ്ടു പോകാം. നമുക്കിന്ന് അത്താഴമായിട്ട് കഴിക്കാം. നമ്മുടെ സമീപത്തുള്ള ആളുകൾക്ക് ഈ മിഷൻ ഫിയസ്റ്റയുടെ ഭാഗമായി നമ്മൾ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി വീടുകളിലേക്ക് വാങ്ങിക്കൊണ്ടു പോകാവുന്നതാണ്. ഇനി മിഷൻ ഫിയസ്റ്റയിൽ നിന്നും പിടി ലഭിക്കും എന്ന് നിങ്ങൾ വെറുതെ വ്യാമോഹിക്കരുത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പിടി അവസാനിച്ചു. ഇനി നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും മികച്ച വിഭവങ്ങളെന്ന് പറയുന്നത് പൊറോട്ടയും ബീഫ് കറിയും ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഒക്കെയാണ്. അവയൊക്കെ പിടി അവസാനിച്ചതുപോലെ അവയൊക്കെ പെട്ടെന്ന് തീരും. വാത്തിക്കുടി നിന്നൊക്കെ വന്നവർക്ക് ഇനി പിടിയൊന്നും കിട്ടില്ല എന്ന് പിന്നെ പരാതി പറയരുത്. എത്രയും വേഗം അതൊക്കെ നിങ്ങൾ ബിരിയാണിയൊക്കെ മേടിച്ചോണം കേട്ടോ. അനിതേ, നിങ്ങളുടെ ഓർഡറുകൾ ഇവിടെ കൂപ്പൺ എടുത്തുകൊണ്ട് ഈ കൗണ്ടറിൽ നൽകി ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. അല്ലാത്ത പക്ഷം ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വിഭവം, ഒരു സ്പെഷ്യൽ വിഭവം ചിലപ്പോൾ നിങ്ങൾ താമസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമായില്ല എന്നുകൂടി വരും. അതുകൊണ്ട് എത്രയും വേഗം ബിരിയാണിയും ബജ്ജിയും ഒക്കെ ഈ കൗണ്ടറിൽ കൂപ്പൺ എടുത്തുകൊണ്ട് വാങ്ങുവാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മുടെ ഹാളിലേക്ക് കടന്നു വരുമ്പോൾ പാരിഷ് ഹാളിന് മുൻവശത്ത് മിഷൻ ട്രീ ഒരുക്കിയിട്ടുണ്ട്. ഈ മിഷൻ ട്രീയിൽ നിരവധിയായ സമ്മാനങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥമാണ് ഈ പ്രോഗ്രാമുകളെല്ലാം നമ്മൾ നടത്തുന്നതെന്ന് നമുക്കറിയാം. മിഷൻ ട്രീയിൽ 20 രൂപ മാത്രം മുടക്കി ഒരു സമ്മാനം സ്വന്തമാക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരുപക്ഷെ 200 1000 1500 ഒക്കെ വില മതിക്കുന്ന മികച്ച സമ്മാനങ്ങൾ, ബമ്പർ സമ്മാനങ്ങളാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 20 രൂപയുടെ തത്തുല്യമായ മൂല്യമോ അതിലധികമോ ഉള്ള സമ്മാനങ്ങൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും മിഷൻ ട്രീയിൽ നിന്നും. അതേസമയം തന്നെ ബെഡ്ഷീറ്റ്, കേക്ക്, പ്ലേറ്റ് സെറ്റുകൾ, 5 കിലോയുടെയും 10 കിലോയുടെയും കുത്തരി പാക്കറ്റുകൾ, തലയിണകൾ, കുടകൾ ഉൾപ്പെടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകൾ ഉൾപ്പെടെ ഈ മിഷൻ ട്രീയിൽ നിന്നും നമുക്ക് 20 രൂപ മുടക്കി സ്വന്തമാക്കാനുള്ള സുവർണ അവസരം നിങ്ങളെ കാത്തിരിക്കുന്നു. ഭക്ഷണ വൈവിധ്യങ്ങൾ രുചിക്കുന്നതിന് വേണ്ടി, സ്വന്തമാക്കുന്നതിന് വേണ്ടി വരുന്നതിനിടയിൽ തന്നെ അതിനോടൊപ്പം തന്നെ പാരിഷ് ഹാളിന് മുൻവശത്ത് തയ്യാറാക്കിയിരിക്കുന്ന മിഷൻ ട്രീ 20 രൂപ മാത്രം മുടക്കി ആ സമ്മാനങ്ങൾ കൂടി സ്വന്തമാക്കുവാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഐസ്ക്രീമിൻ്റെ കൗണ്ടറുണ്ട്. ഈ ഹാളിനുള്ളിൽ വിവിധ ഇനങ്ങൾ 4-5 തരത്തിലുള്ള ബജ്ജികൾ ലഭ്യമാകുന്ന, ബജ്ജിയും ചട്നിയും ഒക്കെ ലഭ്യമാകുന്ന കൗണ്ടറുണ്ട്. ഈ കൗണ്ടറിൽ നിന്ന് നിങ്ങൾക്ക് ബജ്ജി ഉൾപ്പെടെയുള്ള ഭക്ഷ്യ വസ്തുക്കൾ വാങ്ങി നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്ന കൗണ്ടറുകളിൽ സ്വസ്ഥമായി ഇരുന്ന് ഭക്ഷണ വിഭവങ്ങൾ ആസ്വദിച്ച് ഒന്നോ അതിലധികമോ ഭക്ഷ്യ വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ആസ്വദിച്ച് നിങ്ങളുടെ ആ നാവിനെയും വയറിനെയും തൃപ്തിപ്പെടുത്തി തിരിച്ചു പോകാനുള്ള ഒരു സുവർണ അവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് എത്രയും വേഗം തന്നെ മിഷൻ ട്രീയിലെ നിന്നും സമ്മാനങ്ങൾ സ്വന്തമാക്കുവാനും ഐസ്ക്രീം ഉൾപ്പെടെയുള്ള രുചികൾ ആസ്വദിക്കുവാനും ഈ ഹാളിനുള്ളിൽ ക്രമീകരിച്ചിരിക്കുന്ന വിവിധ തരത്തിലുള്ള മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുവാനും അതോടൊപ്പം തന്നെ ഭക്ത സാധനങ്ങൾ, ബൈബിളും പ്രാർത്ഥനാ പുസ്തകങ്ങളും കുർബാന പുസ്തകവും ജപമാലയും തിരുരൂപങ്ങളും വിശുദ്ധരുടെ രൂപങ്ങളടങ്ങിയിട്ടുള്ള കീ ചെയിനുകളുമൊക്കെ വാങ്ങുവാനുള്ള ഒരു സ്റ്റാള് ഉണ്ട്. അതോടൊപ്പം തന്നെ ജൈവ ഉൽപ്പന്നങ്ങൾ, തേയിലപ്പൊടിയും കാപ്പിപ്പൊടിയും ചക്കപ്പൊടിയും ഉണക്കിയ ചക്കയും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാമുള്ള ആ സ്റ്റാളിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. അതിനുശേഷം അതിന് സമീപം തന്നെ നിങ്ങൾക്ക് ബജ്ജികൾ 4-5 വിധത്തിലുള്ള തരത്തിലുള്ള ബജ്ജികൾ ആസ്വദിക്കാനുള്ള അവസരമുണ്ട്. മുട്ട ബജ്ജി, ഏത്തക്ക ബജ്ജി, മുളക് ബജ്ജി, ഉരുളക്കിഴങ്ങ് ബജ്ജി, അങ്ങനെ 4 ഇനം ബജ്ജികൾ വ്യത്യസ്തമായ ചട്നിയോട് കൂടി ഇവിടെ നിന്ന് കഴിക്കുവാനും പാഴ്സലായി വാങ്ങിക്കൊണ്ടു പോകാനുമുള്ള സാഹചര്യമുണ്ട്. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണിയും ഇവിടെ ലഭ്യമാണ്. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, അതുപോലെ തന്നെ പൊറോട്ട,
കപ്പ ബിരിയാണി, ചിക്കൻ കറിയും പൊറോട്ടയും മീൻ കറിയും ഉണ്ട്, ഓംലെറ്റ് ഉണ്ട്, ബ്രെഡ് ഓംലെറ്റ് ഉണ്ട്, വിവിധ ഇനം ബജ്ജികളുണ്ട്. അവയെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുവാൻ, വാങ്ങി കഴിക്കുവാനൊക്കെ ആയിട്ട് സാധിക്കും. വ്യത്യസ്തമായ ഭക്ഷ്യ വിഭവങ്ങൾ, വളരെ മികച്ച രുചി വൈവിധ്യങ്ങൾ, ഐസ്ക്രീം മുതൽ ബജ്ജി മുതൽ പൊറോട്ടയും കറികളും മുതൽ ബിരിയാണി മുതൽ അങ്ങനെ പിടിയും ബീഫ് കറിയും ഒക്കെ വിവിധ ഭക്ഷ്യ വിഭവങ്ങൾ നമുക്കുണ്ട്. നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് പോലെ, കരുതിയിരുന്നത് പോലെ മികച്ച പ്രതികരണങ്ങളും പങ്കാളിത്തവും ആവേശകരമായ സഹകരണവുമൊക്കെ നമുക്കിതിനുണ്ട്. പ്രത്യേക ഭക്ഷ്യവിഭവമുണ്ട് എന്നതുപോലെ നമ്മുടെ സാധാരണ ഭക്ഷ്യവിഭവം പച്ചക്കപ്പയും ഉണക്കക്കപ്പയും പിന്നെ അരിയുമൊക്കെ ആയിരുന്നുവെങ്കിൽ, നമ്മുടെ പ്രത്യേകത നിറഞ്ഞ ദിവസങ്ങളിൽ, പ്രത്യേകത നിറഞ്ഞ നാളുകളിൽ, ഉത്സവ നാളുകളിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവിഭവമായിരുന്നു പിടി ബീഫ് കറി, പിടി കോഴിക്കറി എന്നുള്ളത്. ആ സ്പെഷ്യൽ വിഭവമാണ് ഇന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുണ്ടായ ഭക്ഷ്യവിഭവം എന്നുള്ളത്. പിടിയും കോഴിക്കറിയും ഒക്കെ നിങ്ങൾക്കിവിടെ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ബജ്ജി കൗണ്ടറിലാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്. നമ്മുടെ ഇന്നത്തെ പുതുതലമുറയും യുവജനങ്ങളും, ജെൻസി എന്ന പേരിൽ അറിയപ്പെടുന്ന യുവജനങ്ങളും പുതുതലമുറയും എല്ലാം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നതും കഴിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു ഭക്ഷ്യവിഭവമാണ് ബജ്ജി എന്നുള്ളത്. അതിൽ തന്നെ 4 ഇനം ബജ്ജികൾ നമുക്കിവിടെ ഭക്ഷിക്കുവാനായിട്ടും വാങ്ങിക്കൊണ്ട് പോകുവാനായിട്ട് സാധിക്കും. മുളക് ബജ്ജിയും, മുട്ട ബജ്ജിയും, ഏത്തക്ക ബജ്ജിയും, ഉരുളക്കിഴങ്ങ് ബജ്ജിയും ഒക്കെയുണ്ട്. എല്ലാം വളരെ മനോഹരമായ രുചി വൈഭവങ്ങൾ കൊണ്ട് പേര് കേട്ടതാണ്. അവയെല്ലാം രുചിച്ച് നോക്കുവാനും വാങ്ങിക്കൊണ്ട് പോകുവാനും ഒക്കെ സാധിക്കും. അതെ, പൊറോട്ടയും ബീഫും ഉണ്ട്. സാധാരണ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഹൈറേഞ്ചിൻ്റെ ദേശീയ ഭക്ഷണം എന്ന് പറയുന്നത് പൊറോട്ടയായിരുന്നുവെങ്കിലും ഇന്ന് പൊറോട്ടയ്ക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ഇവിടെ ആവശ്യക്കാരുള്ളത് ബിരിയാണിക്കും പിടിക്കും കോഴിക്കറിക്കുമൊക്കെയാണ്. പൊറോട്ടയും ഒട്ടും പിന്നിലല്ല. പക്ഷേ മിഷൻ ഫീസ്റ്റ് എന്നുള്ള പേര് നിർദ്ദേശിച്ചതിന് സമ്മാനാർഹനായത് ജോസഫ് ബിജു പാട്ടത്തിലാണ്. ജോസഫ് ബിജു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മിഷൻ ഫിയസ്റ്റ 2K25 എന്നുള്ള പേരിൽ നമ്മൾ അണിയിച്ചൊരുക്കിയിട്ടുള്ള മിഷൻ സൺഡേ ആഘോഷങ്ങൾ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിന്ന് പ്രഖ്യാപിച്ചിരുന്ന സമയം 8 മണി എന്നുള്ളതാണ്. 7 മണി പിന്നിടുമ്പോൾ തന്നെ ഏതാനും വിഭവങ്ങൾ, കപ്പ ബിരിയാണി അവസാനിച്ചു. കുറച്ച് മുമ്പൊക്കെ ചോദിച്ച നിരവധി ആളുകളുണ്ട്. അവർക്ക് എത്രയും വേഗം സ്വന്തമാക്കാം. ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഒക്കെ അല്പം മാത്രമാണ് അവശേഷിക്കുന്നത്. പൊറോട്ടയും മീൻകറിയും പൊറോട്ടയും ബീഫ് കറിയും ഒക്കെ ഉണ്ട്. എത്രയും വേഗം ഇവിടേക്ക് കടന്നു വന്ന് ഈ വിഭവങ്ങൾ സ്വന്തമാക്കി നിങ്ങളുടെ വീടുകളിലേക്ക് പോകാനുള്ള ക്രമീകരണം ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, വായോ. ആദായ വിൽപ്പന കട പൂട്ടുന്നതിന് മുമ്പായിട്ടുള്ള ആദായ വിൽപ്പനയാണ്. കച്ചവടം അവസാനിപ്പിക്കുന്നതിന് മുമ്പുള്ള ആദായ വിൽപ്പനയാണ്. എത്രയും വേഗം കടന്നു വന്ന് നിങ്ങളുടെ ഇഷ്ടവിഭവങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരം പരമാവധി വിനിയോഗിക്കുക. എത്രയും വേഗം കയറി വന്ന് അവ കരസ്ഥമാക്കുക. കാരണം നിങ്ങൾ ആഗ്രഹിച്ച് വന്നിട്ട് നമ്മൾ അറിയിച്ചില്ല, കിട്ടിയില്ല എന്ന് നാളെ പരിഭവിക്കരുത്. എടാവേ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നിട്ട് നമ്മളോട് ഈ പിടി തീർന്നു പോയ കാര്യം പറഞ്ഞില്ലോ എന്ന് പറഞ്ഞ 2-3 ചേട്ടന്മാർ അവിടെ ഉണ്ട്. അവരൊക്കെ എത്രയും വേഗം കയറി വന്ന് ബീഫ് കറിയും ഒക്കെ വാങ്ങിക്കൊണ്ട് പോവുക. കാരണം നമ്മൾ വീട്ടിൽ പിടിയും കോഴിക്കറിയും ഞാൻ മേടിച്ചുകൊണ്ട് വരാം, അല്ലെങ്കിൽ പിടിയും ബീഫ് കറിയും മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ ഇഷ്ടപ്പെട്ട വിഭവം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളോട് പരിഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ ചെന്നതല്ലേ, നിങ്ങളെന്ത് മുന്നേ മേടിച്ചു വെച്ചില്ല എന്ന് നമ്മളോട് ചോദിക്കും. അതുകൊണ്ട് എത്രയും വേഗം വന്ന് ചിക്കൻ ബിരിയാണി ഉൾപ്പെടെ, ബജ്ജി ഉൾപ്പെടെ, കോഴിക്കറിയും ഉൾപ്പെടെയുള്ളവ വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നിരവധിയായ ഭക്ഷ്യവിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള മിഷൻ ഫിയസ്റ്റ 2K25 സ്റ്റാൾ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഈ എരിവുള്ള ഭക്ഷണമൊക്കെ ആണ് കഴിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഒരുക്കിയിരിക്കുന്ന ഐസ്ക്രീമിൻ്റെ വിവിധ ഫ്ലേവറുകൾ നിങ്ങൾക്ക് നുണയാം, രുചിക്കാം. മിതമായ വിലയിൽ ഏറ്റവും മികച്ച ഐസ്ക്രീമുകൾ. സാധാരണ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രോസൺ ഡിസേർട്ട് അല്ല. ഇത്രയും ഭക്ഷ്യവിഭവം ഇവിടെ ഉണ്ടായിട്ട് ഈ അനൗൺസ് ചെയ്യുന്നതിൻ്റെ തൊണ്ട വെള്ളം പറ്റിയപ്പോൾ തുള്ളി വെള്ളം തരാൻ ആളില്ല. അങ്ങനെ വിവിധ രുചിഭേദങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള അവസരമുണ്ട്. അവയെല്ലാം നിങ്ങൾക്ക് കഴിക്കുവാനും വാങ്ങിക്കൊണ്ട് പോകാനുമുള്ള സാഹചര്യമുണ്ട്. ഐസ്ക്രീമുകളും ജ്യൂസുകളും ബജ്ജിയും ഒക്കെ ഉൾപ്പെടെ
ഓടി ഓടി വാ, ഓടി ഓടി വാ. രണ്ട് പീസ്, 2 പീസല്ല, 2 പേർക്കുള്ള ഏതാണ്ട് ചിക്കൻ ബിരിയാണിയും അതിൻ്റെ അവസാനത്തോടെ അടുക്കുകയാണ്. ചിക്കൻ ബിരിയാണി മാത്രമേ കഴിക്കൂ എന്ന് ആഗ്രഹിക്കുന്നവർ, ബീഫ് ബിരിയാണി കഴിക്കില്ല, ചിക്കൻ ബിരിയാണി ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് പറയുന്ന ആളുകൾ എത്രയും വേഗം വന്ന് ചിക്കൻ ബിരിയാണി സ്വന്തമാക്കുക. വായോ 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 വായോ, എത്രയും വേഗം തീരാൻ പോകുന്നു. ചിക്കൻ ബിരിയാണി തീരാൻ പോകുന്നു. അങ്ങനെ ചിക്കൻ ബിരിയാണി തീർന്നാൽ പിന്നെ ബീഫ് ബിരിയാണി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം വന്ന് ചിക്കൻ ബിരിയാണി വാങ്ങുക. ബീഫ് ബിരിയാണിയും തീർന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ബിരിയാണിയേ കിട്ടില്ല. ആദ്യം കപ്പ ബിരിയാണി തീർന്നു, ഉടനെ തന്നെ ചിക്കൻ ബിരിയാണി തീരും, തൊട്ടടുത്ത സമയം തന്നെ ബീഫ് ബിരിയാണിയും അവസാനിക്കും. അതുകൊണ്ട് ഓടി ഓടി വന്ന് ഇഷ്ടപ്പെട്ടത് വാങ്ങി നിങ്ങളുടെ വീടുകളിലേക്ക് പോവുക. ഇന്ന് നാളെയും ഒക്കെ നമുക്ക് കഴിക്കാവുന്ന തരത്തിലേക്ക് കുറച്ച് മുമ്പ് മാത്രം ഉണ്ടാക്കിയ ഫ്രഷായിട്ടുള്ള ഭക്ഷ്യവിഭവങ്ങളാണ് ബിരിയാണിയും കറികളും പൊറോട്ടയും എല്ലാം. പൊറോട്ടയ്ക്ക് ഇവിടെ ലൈവായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ കടന്നു വരിക. ഈ ഗെയിംസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നവർ കളിയെല്ലാം തീർന്നിട്ട് വന്ന് ബിരിയാണി വാങ്ങിക്കാൻ ഓർത്താൽ കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ നിങ്ങൾ കൂപ്പൺ മേടിച്ച് വാങ്ങി വെച്ചതിന് ശേഷം മറ്റ് എൻ്റർടൈൻമെൻറ്റ് പരിപാടികളിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത്. അവർ ചിലപ്പോൾ KCBൻ്റെ പിള്ളേർ നമ്മളെ വഴക്ക് പറയും, അവിടെ നിൽക്കുന്ന ചേട്ടന്മാരെയും ചേച്ചിമാരെയൊക്കെ നമ്മൾ വിളിക്കുന്നത് കൊണ്ട്. പക്ഷേ നിങ്ങൾ ആ സമ്മാനം മാത്രം നേടിയാൽ പോരാ, സമ്മാനമൊക്കെ നേടി വീട്ടിൽ ചെല്ലുമ്പോൾ കഴിക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാവും. തോപ്രാങ്കുടിയിലാണെങ്കിൽ ഇന്ന് കടകളൊന്നുമില്ല, ഹോട്ടലുകളൊന്നുമില്ല, ബജ്ജിക്കട പോലും ഇന്ന് ഈ പാരിഷ് ഹാളിനുള്ളിലാണുള്ളത്. അതുകൊണ്ട് കളികളൊക്കെ നടത്തി ക്ഷീണിച്ച് വിശന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ വന്ന് ബിരിയാണി മുന്നേ വാങ്ങി വെച്ചതിന് ശേഷം മാത്രം കളികൾ ഏർപ്പെടുക. കളികളെല്ലാം എല്ലാം കഴിഞ്ഞ് വിജയിച്ച് സമ്മാനവും നേടി കടന്നു വരുമ്പോൾ ഭക്ഷ്യവിഭവങ്ങൾ തീർന്നു പോയി പിന്നെ നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എത്രയും വേഗം കടന്നു വരിക. ഏതാനും പേർക്ക് മാത്രമാണ് ബിരിയാണി ഇവിടെ അവശേഷിക്കുന്നത്. വേഗമാകട്ടെ, തീരാൻ പോകുന്നു. ഓടി ഓടി വാ, കടന്നു വരൂ. നാളെയല്ല ഇന്നാണ് മിഷൻ ഫിയസ്റ്റ. നാളെ ഇല്ല, ഈ ഫുഡ് കൗണ്ടർ ഇല്ല, ഈ മത്സരങ്ങളില്ല, ഈ ബജ്ജിക്കട ഇല്ല, ഇവിടെയുള്ള രുചികരമായ വിഭവങ്ങളൊന്നും നാളെ ഇല്ല. ഇന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് കടന്നു വരിക, ഇന്ന് സ്വന്തമാക്കുക, ഇന്ന് കഴിക്കുക, ഇന്ന് ആസ്വദിക്കുക. കപ്പ ബിരിയാണി തീർന്നു എന്ന് 2-3 വട്ടം നമ്മൾ അനൗൺസ് ചെയ്തതാണ്. നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർമാരുടെ അഭ്യർത്ഥനയെ തുടർന്ന് വീണ്ടും പറയുന്നു, കപ്പ ബിരിയാണി തീർന്നു. ഇനിയുള്ളത് ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയുമാണ്. കപ്പ ബിരിയാണി വേണമെന്ന് പറഞ്ഞ് നമ്മുടെ ടീച്ചർമാരെ നിങ്ങളാരും ബുദ്ധിമുട്ടിപ്പിക്കരുത്. അവർ പറഞ്ഞു മടുത്തു. അതുകൊണ്ട് ഇനി ബാക്കിയുള്ളത് ചിക്കൻ ബിരിയാണിയാണ്, പിന്നെയുള്ള ബീഫ് ബിരിയാണിയാണ്. അവയും എത്രയും വേഗം വാങ്ങി കഴിക്കുവാനും വീട്ടിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. ബജ്ജി കൗണ്ടറിൽ നല്ല തിരക്കുണ്ട്. കാരണം വളരെ രുചികരമായ വ്യത്യസ്തമായ ബജ്ജിയും ചട്നിയുമാണ് ഉള്ളത്. ഇവിടെ ഫ്രഷായിട്ട് ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടു നിന്ന് തന്നെ ഈ ബജ്ജി വാങ്ങി ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് മറ്റെല്ലാ വിഭവങ്ങളും, ബിരിയാണി ആണെങ്കിലും പൊറോട്ടയാണെങ്കിലും എല്ലാം ഇവിടെ ലൈവായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവയെല്ലാം വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് സമ്മാനിക്കുന്ന ഐസ്ക്രീമിൻ്റെ വിവിധ ഫ്ലേവറുകൾ ലഭ്യമാണ്. മറുവശത്ത് അതിനേക്കാൾ മധുരതരമായ സർപ്രൈസ് സമ്മാനങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്ന മിഷൻ ട്രീ ഉണ്ട്. ഐസ്ക്രീമിനേക്കാളും വിലക്കുറവ് മിഷൻ ട്രീക്കാണ് എന്നുള്ള കാര്യവും ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരു സമ്മാനത്തിന് ചില ഐസ്ക്രീമുകൾക്ക് വില കൂടും, അതേസമയം നമ്മുടെ മിഷൻ ട്രീയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സമ്മാനങ്ങൾക്ക് 1000 രൂപയുടെ സമ്മാനങ്ങൾ ലഭിക്കുന്നതിനും വെറും 20 രൂപ മാത്രം നിങ്ങൾ മുടക്കിയാൽ മതി എന്നുള്ളതുകൊണ്ട് വിവിധ സമ്മാനങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് കരഗതമാകാനുള്ള വലിയ അവസരം കാത്തിരിക്കുന്നു. ഒരു ബിരിയാണി വാങ്ങിയല്ലോ, ഇനി വാങ്ങിക്കഴിഞ്ഞാൽ ഇവരെല്ലാം എന്ത് വിചാരിക്കുന്നോർത്ത് ആരും വാങ്ങാതിരിക്കരുത്. നിങ്ങൾ ഒന്നിലധികം പാഴ്സൽ ഐറ്റംസ് വാങ്ങുന്നത് ഞങ്ങളെ സംബന്ധിച്ച് സന്തോഷമാണ്. അതുകൊണ്ട് ഇവരെന്നെ ഓർക്കും, ഞാൻ 2 ബിരിയാണി വാങ്ങിയാൽ എന്ത് ഓർക്കുമെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷ്യവിഭവങ്ങൾ നമുക്കുള്ളത്, നമ്മുടെ കുടുംബാംഗങ്ങൾക്കുള്ളത്, നമ്മുടെ അയൽവർക്കക്കാർക്ക്, ബന്ധുക്കൾക്ക്, സ്നേഹിതർക്കൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാം. കാരണം നമ്മൾ ഈ നടത്തുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ ബുദ്ധിമാന്മാരുടെ കളിയായ ചെസ്സുണ്ട്, കാരംസ് ഉണ്ട്, ട്രഷർ ഹണ്ടുണ്ട്, ബോളറുണ്ട്. വട്ടം എറിഞ്ഞൊക്കെ സമ്മാനം കിട്ടുന്നത് വളരെ അത്ഭുതമാണ്. ചേച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ ചേച്ചി അത്രയേറെ
പ്രതിഭയാണ്, പ്രതിഭാസമാണ്. കിട്ടി. അഭിനന്ദനങ്ങൾ. അങ്ങനെ വേഗമാകട്ടെ. ഇനിയും കഴിക്കാനുള്ള നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെ, കൈക്കാരന്മാരുൾപ്പെടെയുള്ളവരൊക്കെ വന്ന് ഭക്ഷ്യവിഭവങ്ങൾ സ്വന്തമാക്കുക. അല്പം സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടോ മിച്ചം? ഇനി ബിരിയാണി ഉണ്ടോ? ബിരിയാണി റോയെ ബിരിയാണി പറയാമല്ലോ അല്ലേ? പറയാം. ബീഫ് ബിരിയാണി ഉണ്ട് കേട്ടോ. ബീഫ് ബിരിയാണി ഉണ്ട്, പൊറോട്ടയുണ്ട്, കറികളുണ്ട്. ആരെങ്കിലുമൊക്കെ ഇനി ഭക്ഷ്യ സാധനങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാങ്ങുക. സമയം നമ്മൾ പറഞ്ഞ സമയം, പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഇതെല്ലാം അവസാനിപ്പിക്കും. ജൽബിനൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് മേടിച്ചോണ്ട് വെക്കോ. കനവക്കുന്നതിലൊന്നും കിട്ടുന്ന സാധനമല്ല ഇത്. അങ്ങനെ 7:55 നമ്മുടെ ട്രഷർ ഹണ്ട് നിധി എവിടെയെന്ന് നമ്മൾ കണ്ടെത്തും, അത് പ്രഖ്യാപിക്കും. അതിന് 5 മിനിറ്റുകൾക്ക് ശേഷം നമ്മൾ ഈ മിഷൻ ഫിയസ്റ്റയുടെ പ്രോഗ്രാമുകൾ വികാരിയച്ഛനിവിടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് അവസാനിപ്പിക്കും. ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങിയ മിഷൻ ഫിയസ്റ്റ 2K25 അവസാന മിനിറ്റുകളിലേക്ക് കടക്കുകയാണ്. രാവിലെ മുതൽ ഇതുവരെ വളരെ മികച്ച രീതിയിലുള്ള അഭൂതപൂർവമായ തിരക്കും അതിവിപുലമായ രീതിയിലുള്ള ആളുകളുടെ സഹകരണവും അതോടൊപ്പം ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്തും ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ഏറെ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഈ വിജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിനെ വിജയമെന്ന് തന്നെ വിശേഷിപ്പിക്കാം. അത്തരത്തിൽ ഏറെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന മിഷൻ ഫിയസ്റ്റ 2K25 10 മിനിറ്റുകൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. 10 മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ ഇന്നത്തെ ഈ ആഘോഷം, നമ്മുടെ കരുതലിൻ്റെ ആഘോഷം, നമ്മുടെ ചേർത്ത് പിടിക്കലിൻ്റെ ആഘോഷം, കരുണയുടെ ആഘോഷം, പങ്കുവയ്ക്കലിൻ്റെ ആഘോഷം ഇവിടെ അവസാനിക്കും. അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ ഇഷ്ട മത്സരങ്ങൾ കളിക്കുവാൻ, ഇഷ്ട സമ്മാനങ്ങൾ സ്വന്തമാക്കുവാൻ, ഇഷ്ട വിഭവങ്ങൾ സ്വന്തമാക്കുവാനുള്ള ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. വേഗമാകട്ടെ, ഓടി വന്ന് ഇവയെല്ലാം സ്വന്തമാക്കുക. മിഷൻ ട്രീയിൽ 20 രൂപയ്ക്ക് ബമ്പർ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു. ഈ കഴിഞ്ഞ ഓണം ബമ്പറിന് വേണ്ടി 500 രൂപ മുടക്കിയവരാണ് നമ്മളെല്ലാവരും തന്നെ ഓണം ബമ്പർ എടുക്കാൻ വേണ്ടി. ഇവിടെ ഈ ബമ്പറിന് വെറും 20 രൂപ മാത്രമേ ഉള്ളൂ. 20 രൂപയ്ക്കാണ് ഇവിടെ നമ്മൾ ബമ്പർ ഒരുക്കിയിട്ടുള്ളത്. ഓണം ബമ്പറിന് വേണ്ടിയുള്ള 500 രൂപയൊന്നും നമുക്ക് ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ ബമ്പർ സമ്മാനങ്ങൾ സ്വന്തമാക്കുവാനുള്ള ഇനിയുമുള്ള ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ആ ബമ്പർ സമ്മാനങ്ങൾ സ്വന്തമാക്കുവാൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കുക. ഇവിടെ ഇതാ ഫുഡ് കൗണ്ടറിൽ ബീഫ് ബിരിയാണിയും പൊറോട്ടയും കറികളുമൊക്കെ ഉണ്ട്. ബജ്ജിയുണ്ട്. ഇവയൊക്കെ ചൂടാറുന്നതിന് മുൻപേ, ചൂടോടുകൂടി കഴിക്കുന്നതാണ് രുചികരം എന്നുള്ളതുകൊണ്ട് ചൂടാറുന്നതിന് മുമ്പ് വാങ്ങി കഴിച്ച് ആസ്വദിച്ച് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ പങ്കുവയ്ക്കുവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രം. 7:55 നമ്മൾ നിധി കണ്ടെത്തും. നിധി കണ്ടെത്തിയാൽ ഉടൻ തന്നെ നമ്മൾ ഇന്നത്തെ മിഷൻ ഫിയസ്റ്റ 2K25 അവസാനിപ്പിക്കും. പക്ഷേ അതിനു മുമ്പായി നിങ്ങൾക്ക് ഏതാനും ചില അവസരങ്ങൾ മാത്രം മിഷൻ ട്രീയിൽ നിന്ന് സമ്മാനങ്ങൾ നേടാൻ, ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാൻ, ഇവിടുത്തെ സ്റ്റാളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാനൊക്കെ അവസരമുണ്ട്. അവ നിങ്ങൾക്ക് കണ്ടെത്താൻ ഉള്ള ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രം ബാക്കിയുണ്ട്. അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നിധി എവിടെയെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിധി കണ്ടെത്തുകയാണ്. കടന്നു വരാം. നിധി എവിടെയെന്ന് കണ്ടെത്തിയതിന് ശേഷം ഇനി മറ്റ് കണ്ടെത്തലുകളുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ നിധി കണ്ടെത്താൻ വേണ്ടി ഏറെ ബഹുമാനപൂർവ്വം നമ്മുടെ കൊച്ചച്ഛനെ ക്ഷണിക്കുന്നു. അവസാന നടപടിക്രമങ്ങളിലേക്ക് കടന്നു. എങ്ങനെയാണ്? അവിടെ രാജസ്ഥാനിൽ നിന്ന് വന്ന് കാശ്മീർ വരെ എത്തി. മെച്ചപ്പ രാജസ്ഥാനിലാണ്. ഇപ്പൊ സാധനം ഗുജറാത്തിലൊക്കെ ഉണ്ടോ? സത്യത്തിൽ നിധി ഉണ്ടായിരുന്നോ? ഇത് പറ്റിപ്പീരായിരുന്നു രാവിലെ പോലെ.
നിധി എവിടെ, നിധി എവിടെ? പറയൂ പറയൂ കൊച്ചച്ച. വലിയ വിഷയം ഉണ്ടാവുമല്ലോ. മുട്ടസൂചി എടുത്ത് തിരുമരുത്. ഇതിങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഈ പേരെങ്ങനെ വായിക്കും? ഇത് വൻ ചതിയായിരുന്നു. വിധിയല്ലായിരുന്നു, ചതിയായിരുന്നു അല്ലേ? ആ ആട് ആട് ഇതിനകത്ത് എന്നായിരുന്നു സാധനം? എന്നായിരുന്നു? ഇല്ല കിട്ടിയില്ല. നിധിയല്ലായിരുന്നു, ചതിയായിരുന്നു. ആഗ്രഹം പറഞ്ഞത് കിട്ടിയില്ല. നമ്മൾ രാവിലെ മുതൽ കാത്തിരുന്ന നിധി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പരിശ്രമമാണ്. എന്തായിരുന്നു നിധി? ഗോൾഡ് കോയിൻ വല്ലതുമായിരുന്നോ? അല്ലല്ല, നിധി അല്ല, അറക്കപ്പൊടിയാ. അങ്ങനെ നിധി കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്ററും കൈക്കാരന്മാരും ഒക്കെ പരാജയപ്പെട്ടു. ഇവിടെ രാവിലെ മുതലുള്ള മത്സരാർത്ഥികളെല്ലാം ഇത് നിധിയായിരുന്നോ അതൊരു ചതിയായിരുന്നോ എന്നുള്ള സംശയത്തിലാണ് നോക്കി നിൽക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഇത് ചതിയല്ല, നിധി ഇതിനകത്തുണ്ട്. രാജസ്ഥാനിലും മധ്യപ്രദേശിലുമായി സ്ഥാപിച്ച നിധി ഇപ്പോൾ കേരളത്തിൻ്റെ തീരത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ചുഴലിക്കാറ്റ് രൂപപ്പെടുന്ന പോലെയാണ്. കേരള തീരത്താണ് ഇപ്പോൾ നിധി ഉണ്ട് എന്നുള്ള സംശയത്തിലാണ് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൈകൾ കൊണ്ടുള്ള തിരച്ചിലിന് ശേഷം അല്പസമയത്തിന് ശേഷം നമ്മൾ JCB ഉൾപ്പെടെയുള്ള യന്ത്ര സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തി നിധി കണ്ടെത്തും. അതിലും കണ്ടെത്താൻ പറ്റാതെ വന്നാൽ മെറ്റൽ ഡിറ്റക്ടർ കൊണ്ടുവരും. ഇനി അതിലും പറ്റാതെ വന്നാൽ നമ്മളൊരു മണലരിക്കുന്ന അരിപ്പ കൊണ്ടുവരും. അതിലേക്ക് അറക്കപ്പൊടി എല്ലാം കൂടി വാരിയിട്ട് അരിച്ചിട്ട് എവിടെയാണെന്ന് കണ്ടെത്തും. പക്ഷേ നിധി മാത്രമേ കണ്ടെത്തുള്ളൂ, സമ്മാനാർഹനെ കണ്ടെത്താനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ നിധി വെക്കുമ്പോൾ അല്പം വലിയ നിധി ആയിരുന്നെങ്കിൽ കൈ പിടിക്കുമ്പോൾ മനസ്സിലായേനെ. ഈ കോയിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതായി പോയി. 25 പൈസയോ? കുഴപ്പമില്ലായിരുന്നു. ഗോൾഡ് കോയിനാന്നൊക്കെ ഞാനിങ്ങനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 25 പൈസയായിരുന്നു നിധി എന്ന് പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ആരും അറിയണ്ട. നിധി കണ്ടെത്താത്ത വിവരം നമ്മുടെ ഈ ഹാളിൽ നമ്മൾ ഈ ചുറ്റും നിൽക്കുന്ന ആളുകൾ മാത്രം അറിഞ്ഞാൽ മതി, പുറത്ത് ആരും അറിയരുത്. അങ്ങനെ നിധി കണ്ടെത്തൽ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള മിഷൻ ഞായറാഴ്ച ആഘോഷമാണ് ഇവിടെ നടന്നതെങ്കിൽ ചരിത്രത്തിൽ ഇന്ന് വരെ മറ്റാരും ദർശിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള നിധിയാണ് ഇവിടെ ലഭിച്ചത്. 49-ാം നമ്പർ ആരാണെന്ന് നോക്കി. തങ്കച്ചൻ എന്ന് പറയുന്ന ആൾക്കാണ് ഈ നിധി സ്വന്തമായിരിക്കുന്നത്. ഫോൺ നമ്പർ തങ്കച്ചൻ തെക്കേടത്താണോ? ആഹാ, എന്നാൽ പിന്നെ ഞാൻ പീഡിക്കലാന്ന് പറയുന്നത് എൻ്റെ വീട്ടുകാർ പറഞ്ഞാൽ മതിയല്ലോ. അത് നടക്കുകയല്ല. തങ്കച്ചൻ എന്ന് പറയുന്ന ആളാണ്. തങ്കച്ചൻ തെക്കേടത്തായിരിക്കാൻ സാധ്യതയുണ്ട്. 97 44 16 94 എന്നുള്ള നമ്പറിൽ നമുക്ക് ഇപ്പം തന്നെ വിളിക്കാം. വിളിച്ചിട്ട് അദ്ദേഹം ഏത് തങ്കച്ചൻ ചേട്ടനാണ് നമുക്കിപ്പോൾ തന്നെ ചോദിക്കാം. 97 44 9 നമ്മളിത് വിളിക്കുകയാണ്. തങ്കച്ചൻ ചേട്ടൻ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരാളില്ലെങ്കിൽ ഈ നിധി എനിക്ക് കിട്ടും. അതുകൊണ്ട് 16. ഹലോ തങ്കഞ്ഞേട്ടാ, തങ്കഞ്ഞേട്ടനല്ലേ? തെക്കേടത്ത് തങ്കഞ്ഞേട്ടനാണോ? ഓക്കെ, ഞാൻ വിനോദാ പള്ളിക്കുന്ന. അത് നമ്മുടെ നിധി കണ്ടെത്തൽ എന്ന് പറഞ്ഞ ട്രഷർ ഫണ്ട് ഒരു മത്സരം ഉണ്ടായിരുന്നല്ലോ, നമ്മൾ ഇന്ത്യയുടെ ഭൂപടം വരച്ച് വെച്ച് ചെയ്തത്. അപ്പോൾ അതിൽ ചേട്ടനാണ് സമ്മാനം അടിച്ചത്. അപ്പോൾ ആ ഫോൺ നമ്പർ വെച്ച് നമ്മൾ വിളിച്ചതാണ്.
ദൈവമേട് നമ്മുടെ തോപ്രാങ്കുടി ടൗണിൽ ഓട്ടോ ഓടിക്കുന്ന തങ്കഞ്ഞേണ്ണൻ നമ്മുടെ കമ്മിറ്റിക്കാരനായിട്ടുള്ള തങ്കഞ്ഞേണ്ണനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ട്രഷർ ഹണ്ടിൽ 1ാം സമ്മാനം ലഭിച്ചിരിക്കുന്നു. തങ്കച്ചൻ തെക്കേടത്ത് മരേകുരുത്തി കൂട്ടായ്മയിലെ കമ്മിറ്റി അംഗം പാരിഷ് കൗൺസിൽ മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീ തങ്കച്ചൻ തെക്കേടത്താണ് ഇതിൻ്റെ സമ്മാന അർഹനായിരിക്കുന്ന വിജയായിരിക്കുന്നയാൾ. അങ്ങനെ അത് അവസാനിച്ചു. മറ്റ് ഗെയിമുകളെല്ലാം അവസാനിച്ചില്ലേ? ഈ മത്സരം ഇനി തുടരുവാണോ? ഇത് നടന്നുകൊണ്ടിരിക്കുക ഔദ്യോഗിക മത്സരമാണോ ചുമ്മാ നേരം പോക്കാണോ? നേരം പോക്കാണെങ്കിൽ ഇപ്പോൾ എഴുന്നേറ്റ് പോകണം. ഇതെല്ലാം അവസാനിച്ചാണ്. അതുകൊണ്ട് നമ്മുടെ പരിപാടികൾ ഔദ്യോഗികമായി അവസാനിച്ച് കഴിഞ്ഞു. നമ്മുടെ ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള കുട്ടികളൊക്കെ ഇവിടേക്ക് കടന്നു വരിക, നമുക്ക് മുന്നിലേക്ക് വരിക. ഇതിൻ്റെ ഒരു അവസാനം ഒരു നന്ദി. അവസാന ബമ്പർ പ്രൈസുകൾ കൊച്ചച്ഛനും വികാരിയച്ഛനും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഇതിൻ്റെ സംഘാടകർ, സിസ്റ്റേഴ്സ്, സൺഡേ സ്കൂൾ അധ്യാപകർ, വിവിധ ഭക്തസംഘങ്ങളുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ വരെ. അവസാനം നമുക്കൊരു ബെഡ്ഷീറ്റ് സമ്മാനമായി ലഭിച്ചു. മിഷൻ ട്രീയിൽ നിന്നും ആര്യയ്ക്കാണ് ലഭിച്ചിരിക്കുന്ന. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ആ സമ്മാനം വിതരണം ചെയ്യുന്നു, സമ്മാനം നൽകുന്നു. നമ്മൾ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച മിഷൻ ഫിയസ്റ്റ 2K25 ഇവിടെ ഔദ്യോഗിക സമാപനത്തിലേക്ക് എത്തുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് രാവിലെ ഏകദേശം 6 മണി മുതൽ വൈകിട്ട് ഇപ്പം ഏകദേശം 8 മണി കഴിഞ്ഞു. 8 മണി വരെ നമ്മൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമാണ് ഇപ്പം നിങ്ങളെല്ലാവരും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകദേശം ഒരു മാസത്തോളം മുമ്പേ നമ്മൾ ആലോചന തുടങ്ങി ഇത്രയും എത്തിക്കുവാനായിട്ട് ഒരുപാട് പിന്നെ പ്രവർത്തിച്ച് ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് ഇത്രമാത്രം വിജയകരമായിട്ട് ഈ പരിപാടി പൂർത്തിയാക്കുവാനായിട്ട് ഇവിടെ ഞങ്ങൾക്ക് സാധിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഇതിൻ്റെ മുഖ്യ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട വികാരിയച്ഛനും അതുപോലെ തന്നെ നോബൽ സാറിനും സിജോ സാറിനും ഓരോ കമ്മിറ്റിയുടെയും കോർഡിനേറ്റർമാർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ സഹകരിച്ച എല്ലാവർക്കും ഏറ്റവും ഹൃദ്യമായിട്ട് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. സമാപന സന്ദേശം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചച്ച, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുകയാണ്. ഈ ഒരു ദിവസം മുഴുവൻ ഈ പള്ളിയിലായിരുന്നുകൊണ്ട്, ഈ ഓഡിറ്റോറിയത്തിലായിരുന്നുകൊണ്ട് മിഷൻ ഫിയസ്റ്റ 2K25 വിജയിപ്പിച്ച എല്ലാവർക്കും ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. ഈ ഒരു നല്ല ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി നാട് ഒന്നിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. ഈ പ്രദേശത്തും പുറത്തു നിന്നുള്ളതുമായ നാനാജാതി മതസ്ഥരായ ആളുകൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വന്നു. വളരെ നല്ല സഹകരണം കൊണ്ട് ഈ പ്രോഗ്രാം വിജയിപ്പിച്ചു. എല്ലാവർക്കും നന്ദി പറയുകയാണ്. നമ്മുടെ സൺഡേ സ്കൂളിലെ കുട്ടികളും യുവജനങ്ങളും അധ്യാപകരും ഒക്കെ ഒരുമിച്ച് ചേർന്നാണ് ഈ പ്രോഗ്രാം നടത്തിയത്. ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും നന്ദി പറയുന്നു. നേതൃത്വം നൽകിയ കൈക്കാരന്മാർക്കും എപ്പോഴും കൂടെ നടന്ന് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനും കൊച്ചച്ഛനും സൺഡേ സ്കൂളിനെ നേതൃത്വം കൊടുക്കുന്ന ജിബി സാറിനും ഈ മിഷൻ ഫിയസ്റ്റ നേതൃത്വം കൊടുത്ത നോബൽ സാറിനും സിജോ സാറിനും ഇവരുടെ നേതൃത്വത്തിലുള്ള എല്ലാ അധ്യാപകർക്കും പേരെടുത്ത് പറയാതെ തന്നെ എല്ലാവർക്കും നമ്മുടെ ഇടവകയുടെ പേരിലുള്ള ഹൃദ്യമായ നന്ദി ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഒത്തിരിയേറെ ആളുകൾ വന്ന് പറഞ്ഞു ഇത് വളരെ നല്ല പരിപാടിയായിരുന്നു, വളരെ നല്ല സഹകരണം ഉണ്ടായിരുന്നു എന്നൊക്കെ ആളുകൾ സന്തോഷത്തോടെ വിലയിരുത്തുന്നത് കാണാനായിട്ട് സാധിച്ചു. എല്ലാവർക്കും നന്ദി പറയുകയാണ്. നിങ്ങളുടെ നല്ല സഹകരണത്തിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിജയാശംസകളും നേരുന്നു. അതുപോലെ ഇവിടെ അധ്വാനിച്ച എല്ലാവരെയും, അധ്യാപകരെ, യുവജന സുഹൃത്തുക്കളെ, ചെറുപുഷ്പ മിഷൻ ലീഗ് അംഗങ്ങളെ, ഇതിനുവേണ്ടി അധ്വാനിച്ച എല്ലാവരെയും പ്രത്യേക നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതുപോലെ തന്നെ പേരെടുത്ത് പറയേണ്ട ഒരു വ്യക്തി നമ്മുടെ ജോഷി ചേട്ടനാണ്. മലബാർ കാറ്ററിംഗിൻ്റെ ജോഷി ചേട്ടൻ, കൂടത്തിൽ ബ്രദേഴ്സ്, ഇവിടെ പ്രവർത്തിച്ച കമ്മിറ്റി അംഗങ്ങൾ, അവരിപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും, നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഓർക്കുന്നു. ബജി കൗണ്ടറിന് നേതൃത്വം നൽകിയ എല്ലാവരെയും പ്രത്യേകം ഓർക്കുകയാണ്. ആരുടെയും പേരെടുത്ത് പറയാതെ തന്നെ എല്ലാവർക്കും നന്ദി പറയുന്നു. ജോഷി ചേട്ടന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. വളരെ സ്നേഹത്തോടെ ഞങ്ങൾ വീണ്ടും നന്ദി പറയും. വളരെ സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ജോഷി ചേട്ടനെ, ടീം അംഗങ്ങളെ, കൂടത്തിൽ ബ്രദേഴ്സ്, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.